And the reason we're going is to speak for the nation, to speak about this horrendous crisis we were subjected to, in which our country was attacked by terrorists in the cruelest possible way. We need to speak up with clarity and conviction for our country, for our response, and to give the world the message that we will not be silenced by terrorism. And we don't want the world to look away either. We don't want indifference to triumph over the truth. നമസ്തേ. മതവൈരം നിറച്ച തോക്കുകൾ വെടിയുതിർത്തു. പൊലിഞ്ഞ ജീവനുകൾക്ക് മറുപടിയായി അഗ്നി വർഷിച്ചു ഭാരതം. എണ്ണി ചാരമാക്കിയത് ഭീകര താവളങ്ങൾ. ഭൂമിയുടെ അറ്റം വരെ പിന്തുടരും. ചിന്തിക്കാൻ പോലും ആവാത്ത വിധം തിരിച്ചടിച്ചിരിക്കും എന്ന മോദിയുടെ വാക്കുകളുടെ പൊരുൾ അപ്പോഴാണ് പാകിസ്ഥാൻ മനസ്സിലായത്. എന്നിട്ടും മതിയായില്ല. ഒറ്റപ്പെടലിനും നാണക്കേടിനും മുന്നിൽ പകച്ചുപോയ പാകിസ്ഥാൻ വീണ്ടും അബദ്ധജടിലമായ ആവേശം കാണിച്ചു. ഉന്നം വച്ചത് ഭാരതത്തിലെ ജനവാസ മേഖലകളെ. അതുമാത്രമേ പാകിസ്ഥാനിലെ സൈനിക മേധാവികൾക്ക് ഓർമ്മയുണ്ടാവൂ. പറന്നുയർന്നു വീണ്ടും റഫാലുകൾ. തുരുതുരെ വർഷിച്ചത് ബ്രഹ്മോസും ഹാമറും. എണീറ്റ് നിൽക്കാൻ കഴിയാത്ത വിധം അടിച്ചൊതുക്കി പാക് വ്യോമ പ്രതിരോധ ആക്രമണ സംവിധാനങ്ങൾ. അപ്പോൾ വിലാപമായി വെടി നിർത്തണം. നിർത്തി. അവിടം കൊണ്ട് അവസാനിച്ചെന്ന് പാകിസ്ഥാൻ ആശ്വസിച്ചെങ്കിൽ ഇല്ല. നയതന്ത്രം പറക്കുകയാണ് ലോകമെമ്പാടും. ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും ബൃഹത്തായ ഡിപ്ലോമാറ്റിക് ഒഫൻസീവ്. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട ഭാഷയിൽ പറയാൻ കെൽപ്പുള്ളവർ പര്യടനത്തിലാണ്. സർവ കക്ഷികളിൽ നിന്നും ആറ്റിക്കുറുക്കി എടുത്തവർ. നമസ്തേ. എഡിറ്റേഴ്സ് ചോയ്സിലേക്ക് സ്വാഗതം. അതിഥികൾ: മുൻ കരസേന ഉദ്യോഗസ്ഥൻ കേണൽ എസ് ഡിന്നി, വിദേശകാര്യ വിദഗ്ധൻ പ്രൊഫസർ ജോസഫ് ആന്റണി, കോൺഗ്രസ് പ്രതിനിധി പ്രൊഫസർ റോണി കെ ബേബി, ആരിഫ് ഹുസൈൻ, ആക്ടിവിസ്റ്റ്, നിരീക്ഷകൻ. എല്ലാ അതിഥികൾക്കും സ്വാഗതം. ഒപ്പം പ്രേക്ഷകർക്കും. നേരെ പ്രൊഫസർ ജോസഫിലേക്ക്. ജോസഫ് സാർ, ഞാൻ ഉപയോഗിച്ച വാക്കുകൾ തന്നെ ഒരിക്കൽ കൂടി അങ്ങയോട് ചോദിക്കുന്നു. ഡിപ്ലോമാറ്റിക് ഒഫൻസീവ്. അങ്ങ് വിദേശകാര്യ വിദഗ്ധനാണ്, നിരീക്ഷകനാണ്. ഒരു ലോകം കണ്ട ഏറ്റവും വലിയ, ഏറ്റവും ബൃഹത്തായ ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് എന്നതിനെ വിശേഷിപ്പിച്ചുകൂടെ? നമ്മുടെ രാജ്യത്തിൻ്റെ ആകെയുള്ള സെക്യൂരിറ്റിയെ, സുരക്ഷയെ നമ്മൾ നാഷണൽ കോംപ്രിഹെൻസീവ് പവർ, അതുകൊണ്ടാണ് നമ്മൾ ഉറപ്പാക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ. ആ നാഷണൽ കോംപ്രിഹെൻസീവ് പവറിന് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ഹാർഡ് പവറും മറ്റൊന്ന് സോഫ്റ്റ് പവറും. ഹാർഡ് പവർ എന്ന് പറയുന്നത് പ്രധാനമായും നമ്മളിവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മിലിറ്ററി പവർ തന്നെയാണ്. ആ മിലിറ്ററി പവർ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കെതിരായ വെല്ലുവിളി ഉണ്ടാകുമ്പോൾ നമ്മളത് എങ്ങനെ എപ്രകാരം ഉപയോഗിക്കുമെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രിയെ നമ്മുടെ രാജ്യവും നിരന്തരം സൂചിപ്പിച്ചതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഈ ഭീകരതയ്ക്കെതിരായ നമ്മുടെ പോരാട്ടത്തിലെ ഒരു പാരഡൈം ഷിഫ്റ്റാണ്. ഒരു പുതിയ മുഖമാണ് വാസ്തവത്തിൽ തുറന്നിരിക്കുന്നത്. അതിലൂടെ പാകിസ്ഥാൻ നമുക്കെതിരെ എന്തൊക്കെയാണോ ചെയ്യാൻ ശ്രമിച്ചത്, അത് നമ്മുടെ ഇന്നലെ സുരക്ഷാ കൗൺസിലിൽ നമ്മുടെ പ്രതിനിധി പി ഹരീഷ് പറഞ്ഞതുപോലെ 3 കാര്യങ്ങളാണ് പാകിസ്ഥാൻ നമുക്കെതിരായി ചെയ്യുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ സിവിലിയന്മാരെ, നിരപരാധികളായിട്ടുള്ള സിവിലിയന്മാരെ അവർ ആക്രമണത്തിലൂടെ, ഭീകരാക്രമണങ്ങളിലൂടെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കൊന്നൊടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമ്മുടെ സോഷ്യൽ ഹാർമണി, നമ്മുടെ സാമൂഹികമായ ഐക്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. 3 എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ 3 കാര്യങ്ങൾ കഴിഞ്ഞ 3 ദശാബ്ദത്തിലേറെയായി നിരന്തരമായി പാകിസ്ഥാന് സൈനികമായി നമ്മളോട് ഏറ്റുമുട്ടി വിജയിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ പ്രോക്സി വാർ എന്ന് പറയുന്ന ചെലവ് കുറഞ്ഞ യുദ്ധമുറകളിലൂടെ ഭീകരന്മാരെ കടത്തിവിട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ആക്രമണം നടത്തുന്ന രീതിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ആക്രമണത്തിന് നമ്മൾ കൃത്യമായ മറുപടി കൊടുത്തു നമ്മുടെ ഹാർഡ് പവറിലൂടെ. ഞാനത് വിശദീകരിക്കുന്നില്ല, നമ്മുടെ ഇവിടെ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തതാണ് നമ്മുടെ സോഫ്റ്റ് പവർ. ആ സോഫ്റ്റ് പവറിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് എന്ന് നമ്മൾ പറയുന്നത്. ഇത് ഡിപ്ലോമാറ്റിക് ഒഫൻസീവാണ്. അതായത് നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾക്ക് പുറമെ നമ്മുടെ രാജ്യത്ത് ഇത്തരം കാര്യങ്ങളിൽ വൈദഗ്ധ്യമുള്ള ശശി തരൂരിനെ പോലെയുള്ള ആളുകളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ അയക്കപ്പെട്ട 7 പ്രതിനിധി സംഘങ്ങൾ പോകുന്നത് ലോകത്തിൻ്റെ അഭിപ്രായത്തെ, രാഷ്ട്രീയമായ അഭിപ്രായത്തെ, അന്തർദേശീയമായ അഭിപ്രായത്തെ സ്വരൂപിക്കുന്നതിന് നേതൃത്വം നൽകുന്ന അമേരിക്ക ഉൾപ്പെടെയുള്ള, പശ്ചിമേഷ്യ ഉൾപ്പെടെയുള്ള, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ, ആഫ്രിക്ക ഉൾപ്പെടെ, ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടെയുള്ള പ്രമുഖങ്ങളായിട്ടുള്ള നേതാക്കന്മാരും അടുത്ത
അടുത്ത വർഷം സെക്യൂരിറ്റി കൗൺസിലിൽ വരാൻ പോകുന്ന അംഗങ്ങളുടെയും അടുത്തേക്കാണ് നമ്മുടെ ഈ സംഘങ്ങൾ പോയിരിക്കുന്നത്. അങ്ങനെ സംഘങ്ങൾ പോയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് പറയുന്നത്? നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം ലോക രാഷ്ട്രീയത്തിൽ ഈ അടുത്ത കാലം വരെ അമേരിക്കയോട് ചേർന്ന് നിന്നിരുന്ന, പാശ്ചാത്യ രാജ്യങ്ങളോട് ചേർന്ന് നിന്നിരുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. അതുകൊണ്ട് തന്നെ ഈ പാകിസ്ഥാന് അനുകൂലമായ ഒരു നറേറ്റീവ്, ഒരു ആഖ്യാനം അന്തർദേശീയ മാധ്യമങ്ങളിൽ, അത് വാഷിംഗ്ടൺ പോസ്റ്റ് ആവട്ടെ, ന്യൂയോർക്ക് ടൈംസ് ആവട്ടെ, മറ്റ് പത്രങ്ങളാവട്ടെ, ഈ പത്രങ്ങളിലൊക്കെ വരുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നതാണ്. വാസ്തവത്തിൽ പാകിസ്ഥാൻ എന്താണോ അവർക്ക് നൽകുന്നത് അത്തരം ആഖ്യാനങ്ങളെ പർവ്വതീകരിച്ചുകൊണ്ട് പിന്നെ വളരെ ഇന്ത്യക്കെതിരായിട്ടുള്ള വാർത്തകളാണ് അവർ കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള വാർത്തകളെ വാസ്തവത്തിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ സോഴ്സിൽ തന്നെ ഉപരോധിക്കുകയും പ്രതിരോധിക്കുകയും വസ്തുത എന്താണെന്ന് ലോക മനസാക്ഷിയെയും ലോക നേതാക്കളെയും ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള തെളിവുകൾ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണെന്ന് ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അമേരിക്കയെ പോലും, അതായത് അവർക്ക് സമ്പത്തും ആയുധവും രാഷ്ട്രീയ പിന്തുണയും നൽകി പിന്തുണച്ചിരുന്ന അമേരിക്ക പോലുള്ള രാഷ്ട്രത്തെ പോലും കളവ് പറഞ്ഞ് വഞ്ചിച്ച, അവരുടെ സൈനിക കേന്ദ്രത്തിന് 100 മീറ്റർ അപ്പുറത്ത് മാത്രം ഒസാമ ബിൻ ലാദനെ താമസിപ്പിച്ചുകൊണ്ട് ഒസാമ ബിൻ ലാദൻ എവിടെയാണ് എന്ന് ഞങ്ങൾക്കറിയില്ല എന്ന് പറഞ്ഞ ആളുകൾ ലഷ്കർ എ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദിന്റെ നേതാക്കന്മാരെ സ്വൈരവിഹാരം നടത്താൻ അനുവദിച്ചിട്ടുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഐക്യരാഷ്ട്ര സംഘടനയും അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഭീകരന്മാരായി പ്രഖ്യാപിച്ചിട്ടുള്ള സംഘടനകളുടെ ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഈ നമ്മൾ വളരെ കൃത്യമായി പറയുന്ന പോലെ ഭീകരതയുടെ തലസ്ഥാനമായി നിൽക്കുന്ന ഒരു രാജ്യം പറയുന്നത് വിശ്വസിക്കുന്ന തരത്തിലേക്ക് ലോകം നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ ആഖ്യാനത്തെ തകർക്കാനും തിരുത്താനും ശരി ഏതെന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തി, അതായത് അമേരിക്കൻ ഭരണകൂടത്തെയും ബാക്കിയുള്ള പാശ്ചാത്യ രാജ്യങ്ങളിലെ ഭരണകൂടത്തെയും പശ്ചിമേഷ്യയിലെ നേതാക്കന്മാരെയും, അങ്ങനെ ബ്രസീലിലെ നേതാക്കന്മാരെ, സൗത്ത് ആഫ്രിക്കയിലെ നേതാക്കന്മാരെ, ഇവരെല്ലാം ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. കാരണം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തീർച്ചയായും നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ നടത്തുന്നത് വാസ്തവത്തിലൊരു ഡിപ്ലോമാറ്റിക് ഒഫൻസീവാണ്. ആ ഡിപ്ലോമാറ്റിക് ഒഫൻസീവ് കൊണ്ട് മാത്രം നമ്മുടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഇത് തുടർന്നു കൊണ്ടുപോകേണ്ടതുണ്ട്. ഈ തുടർന്നു കൊണ്ടുപോകേണ്ടതിന് നമ്മുടെ ഈ ഡിപ്ലോമാറ്റിക് പേഴ്സണൽ, അതായത് നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വാസ്തവത്തിൽ നമുക്ക് കുറച്ച് കുറവാണ്. അങ്ങനെ കുറവായിട്ടുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിക്കണം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾക്ക് ഏതാണ്ട് 1000-ൽ താഴെ ഡിപ്ലോമാറ്റിക് ഉദ്യോഗസ്ഥന്മാരാണ് ഉള്ളതെങ്കിൽ ഈ വെറും 50 ലക്ഷം ജനങ്ങൾ മാത്രമുള്ള ന്യൂസിലൻഡിന് 885 പേരുണ്ട്. അമേരിക്കയ്ക്ക് 14,000 ആളുകളുണ്ട്. ചൈനയ്ക്ക് 5,700 ഉണ്ട്, ജപ്പാൻ 7,500 ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഡിപ്ലോമാറ്റിക് പേഴ്സണൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം വളരെയധികം വർദ്ധിപ്പിച്ചുകൊണ്ട് അപ്പോഴപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ വസ്തുതാപരമായി ലോകത്തെ അറിയിക്കേണ്ട വളരെ വലിയ ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഈ നമ്മുടെ നയതന്ത്ര പ്രതിനിധികൾ, അതായത് മൾട്ടി പാർട്ടി ഡെലിഗേഷൻസ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പോകുന്നത് കൊണ്ട് നമ്മുടെ വസ്തുത ബോധ്യപ്പെടുത്താൻ, ലോക നേതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ കഴിയും. എന്നാൽ അവിടെ നിന്നുകൊണ്ട് ഈ ലോകത്തിൻ്റെ ഈ ആഖ്യാനങ്ങളെ, പാകിസ്ഥാൻ വളരെ കളവായി പ്രചരിപ്പിക്കുന്ന ആഖ്യാനങ്ങളെ തിരുത്താനുള്ള ബാധ്യത നമുക്കുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ പറഞ്ഞ പോതാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നമുക്കറിയാം ചൈന എന്ന് പറയുന്ന രാഷ്ട്രത്തിന് CGTN എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ചാനലുണ്ട്. അവർ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും കെനിയയിൽ നിന്നും വരെ അവരുടെ ലോക വാർത്തകൾ ലോകത്തിൻ്റെ മുഴുവൻ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട്. അൽ ജസീറ എന്ന് പറയുന്ന ചാനൽ ഖത്തറിൻ്റെ, അത് ലോകത്തുള്ള ആളുകൾ കാണുന്നുണ്ട്. ഇവിടെ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ ഇത്തരം ഇന്ത്യയുടെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു അന്തർദേശീയ വിവിധ അമേരിക്കയിൽ നിന്നും ലണ്ടനിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ വാർത്തകൾ, നമ്മുടെ വിവരങ്ങൾ ലോകത്തെ അറിയിക്കുകയും അതിനനുസരിച്ചുള്ള ആഖ്യാനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യേണ്ട വലിയൊരു സമയമാണിത്. അത്തരമൊരു ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്താൽ മാത്രമേ ഈ പാകിസ്ഥാൻ അന്തർദേശീയ തലത്തിൽ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളുടെ മുനയൊടിക്കാനും എന്താണ് വസ്തുത എന്ന് ലോകത്തെ ധരിപ്പിക്കാനും കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തുടക്കം, അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് ഒന്നാമത്തത് ഒരു പുതിയ മാറ്റമാണ്, ഒരു പാരഡൈം ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റിനെ തുടർന്നാണ് നമ്മൾ പറഞ്ഞു, നമ്മൾക്കെതിരായിട്ട് വരുന്ന ഏത് ഭീകരാക്രമണങ്ങളെയും നമ്മൾ യുദ്ധമായി കാണുമ്പോൾ ഈ ആക്രമിക്കുന്നവരെ മാത്രമല്ല, അതിന് പിന്തുണ നൽകുന്നവരെയും അവരെവിടൊക്കെ പോയി ഒളിച്ചാലും അവർക്കെതിരായിട്ട് കൂടി നമ്മൾ ആക്രമണം നടത്തും. അത് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു. ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ നടത്തുമ്പോൾ അങ്ങനെയുള്ള ആ ഒരു നമ്മുടെ പ്രചരണം, നമ്മുടെ പ്രവർത്തനം, നമ്മുടെ ഈ ഡെലിഗേഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ലോകത്ത് മുഴുവൻ ചലിപ്പിക്കുന്നതായി മാറും. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നമ്മൾ വളരെ ആദ്യത്തെ തന്നെ പറഞ്ഞതുപോലെ ഇന്ത്യ ഇതിനെതിരായിട്ട് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ആ ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്നുള്ള വലിയൊരു സന്ദേശമാണ്. വിവിധ കക്ഷികൾ, പ്രതിനിധികൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളൊരു വലിയ സന്ദേശമാണ്.
ഞാൻ അങ്ങയിലേക്ക് വരാം ജോസഫ് സാർ. അങ്ങ് പറഞ്ഞതിൽ നിന്ന് തന്നെ 2-3 ചോദ്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. US-നെ കുറിച്ച് ചർച്ച ചെയ്യണം ഒരല്പം കഴിഞ്ഞിട്ട്. ഈ പ്രതിനിധി സംഘത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം. മാധ്യമം വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് അങ്ങ് ചൂണ്ടിക്കാട്ടിയത്. മാധ്യമങ്ങൾ നിർവഹിക്കേണ്ട ജോലി, അതിലൊരു ഏകോപനമുണ്ടോ, രാജ്യ താല്പര്യമുണ്ടോ എന്നുള്ളതെല്ലാം എല്ലാ അതിഥികളിലേക്കും വരാം. കേണൽ ഡിന്നിയോട് ഞാൻ ആദ്യം ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യം ഞാൻ മാറ്റിവെക്കുന്നു. കാര്യം ഒരു വിഷ്വൽ അങ്ങേ കാണിക്കേണ്ടതുണ്ട്. ഞാൻ കേണൽ ഡിന്നിയോട് ഒരൊറ്റ കാര്യം വളരെ പെട്ടെന്ന്, കാര്യം പ്രധാന ചോദ്യത്തിലേക്ക് വരാം. ഈ ഒരു കോമ്പോസിഷൻ ഓഫ് നമ്മുടെ ഡെലിഗേഷൻസ്, അതിനെ നയിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ, അതിൽ രാഷ്ട്രീയം ഇല്ല. അതിൽ ഏറ്റവും സുപ്രധാനം, അമേരിക്കയിൽ ചെന്ന് അമേരിക്കയ്ക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറയാൻ ഡോക്ടർ ശശി തരൂർ. കോൺഗ്രസ് പിണങ്ങി, ജയറാം രമേശ് എടഞ്ഞു, ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു, അതവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അസദുദ്ദീൻ ഒവൈസി ബഹ്റൈനിൽ ചെന്ന് അദ്ദേഹം പറഞ്ഞു. അതേക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് കേൾപ്പിച്ചിട്ട് എനിക്ക് ഡോക്ടർ ആരിഫ് ഹുസൈനോട് അതൊന്ന് വിശദീകരിക്കാൻ ഞാൻ ആവശ്യപ്പെടും. അതിലേക്ക് വരാം. പക്ഷേ കേണൽ ഡിന്നി വളരെ പെട്ടെന്ന് ഈ ഒരു കോമ്പോസിഷനെ കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായം, ഈ ഒരു ഡെലിഗേഷൻ്റെ. ഒരു സംശയമില്ല, എനിക്ക് തോന്നുന്നു നമ്മളെ പാർലമെന്റേറിയൻസിന്റെ ഇടയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടാലന്റ്, അതായത് ഓരോ പാർട്ടിയിൽ നിന്ന് തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ടാലന്റ് ഉള്ള, ഈ ഇന്റർനാഷണൽ റിലേഷൻസിനെ കുറിച്ച് അറിവുള്ള, നന്നായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ആർട്ടിക്കുലേഷൻ ചെയ്യാൻ അറിയാവുന്നവർ, ഇതുപോലെ തന്നെ ധാരാളം എക്സ്പീരിയൻസ് ഉള്ള ആൾ, അതിനകത്ത് ഏറ്റവും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും ശ്രീ ശശി തരൂർ തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പൊ ഡോക്ടർ ശശി തരൂരിനെ പോലുള്ള ആളുകൾ ലീഡ് ചെയ്യുന്ന ഒരു ഡെലിഗേഷൻ, അതും ഇന്ത്യയുടെ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു റെപ്രസെന്റേറ്റീവ്, എല്ലാ ജാതി മത റീജിയൻ വൈസ് ഉള്ള ആളുകൾ. അപ്പൊ ഇവർ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഇവരുടെ പ്രസൻസ് ഇറ്റ്സെൽഫ് ഒരു മെസ്സേജ് ആണ്. അതായത് ഇങ്ങനെ ആളുകൾ ഒരു 7 പേര് 8 പേര് നിൽക്കുകയാണ്. ഒരാൾ കേരളത്തിൽ നിന്ന്, ഒരാൾ പഞ്ചാബിൽ നിന്ന്, ഒരാൾ വെസ്റ്റ് ബംഗാളിൽ നിന്ന്, ഒരാൾ ക്രിസ്ത്യൻ, ഒരാൾ മുസ്ലിം, ഒരാൾ ഹിന്ദു. ഇതൊക്കെ ഇന്ത്യയുടെ തന്നെ ഒരു നമ്മുടെ കോമ്പോസിറ്റ് കൾച്ചറിനെ കുറിച്ച് അവർ ഒരു വാക്ക് പോലും പറയാതെ തന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിന് നോക്കൂ, ഒരു ഉദാഹരണം. ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് വന്നത്, ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് OIC-യിൽ നിന്ന് പാകിസ്ഥാൻ ഒരു പ്രപ്പോസൽ വെക്കാൻ നോക്കി, ആന്റി ഇന്ത്യ പ്രപ്പോസൽ വെക്കാൻ നോക്കി. അതിനെ എതിർത്തത് ഇന്തോനേഷ്യ, ബഹ്റൈൻ, ഈജിപ്ത്. ഇപ്പൊ ബഹ്റൈനിലാണ് OIC-യും ആ ടീമും ഉള്ളത്. അപ്പൊ ഈ 3 രാജ്യങ്ങൾ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യ ഇല്ലാത്ത അത് ഇന്ത്യ മെമ്പർ, അങ്ങനെ ഫുൾ ടൈം മെമ്പർ അല്ലാത്ത ഒരു ഓർഗനൈസേഷനിൽ പാകിസ്ഥാന്റെ ഈ പ്രപ്പോസലിനെ അവർ എതിർത്തു. അതുകൊണ്ട് അത് വന്നില്ല. അപ്പൊ ഇതാണ് നേരത്തെ പ്രൊഫസർ ജോസഫ് ആന്റണി സാർ പറഞ്ഞ പോലെ നമ്മൾ എന്താണ് വെളിയിൽ പോയി ചെയ്യുന്നത്, എന്താണ് നമ്മൾ ആ ഭാഗം പറയുന്നതിന്റെ ഒരു ഏറ്റവും ഉത്തമ എക്സാമ്പിൾ ആണ് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് അല്ലെങ്കിൽ കൗൺസിൽ. ആ ഒരു ഓർഗനൈസേഷൻ പോലും പാകിസ്ഥാനിന് അവരെ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ ശ്രീ പ്രദീപ് ചോദിച്ച പോലെ എന്താണ് ഈ കോമ്പോസിഷന്റെ ഈ ഒരു കോമ്പോസിഷന്റെ മികവ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അവരുടെ മികവ്. കാരണം ഒവൈസിയെ പോലെ, ഗുലാം നബി ആസാദിനെ പോലെ ഇങ്ങനത്തെ ആളുകൾ പോയി, ഇത് നോക്കൂ, മിസ്റ്റർ ബാനർജി TMC-യുടെ, അദ്ദേഹം അവിടെ ചെന്നിട്ട് എത്ര ഒരു എന്താ പറഞ്ഞ ഒരു എല്ലാ ഭാരതീയനും കേട്ട് കഴിഞ്ഞാൽ ഒരു അഭിമാനം തോന്നുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതായത് ഇനി ഒരിക്കലും ഭാരതം ഒരു കാര്യത്തിലും ടോളറേറ്റ് ചെയ്യത്തില്ല, നിങ്ങൾ ടെററിസ്റ്റ് ആക്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ടോളറേറ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിലാണ്. അതായത് ഭീകരവാദം ഒരു പേപ്പട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പേപ്പട്ടിയെ ലീഷ് വിട്ടേക്കുന്നത് പാകിസ്ഥാന്റെ കയ്യിലാണ് എന്നാണ് കേണൽ ഡിന്നി. ഞാൻ പറഞ്ഞ ദൃശ്യം നമുക്ക് ഏതാനും നിമിഷം ഒന്ന് കണ്ടിട്ട് അങ്ങയിലേക്ക് തന്നെ വരാം. അതിനുശേഷം ഡോക്ടർ ആരിഫ് ഹുസൈനയിലേക്കും പ്രൊഫസർ റോണി കെ ബേബിയിലേക്കും ആ ദൃശ്യങ്ങളൊന്ന് കാണാം. പൂഞ്ച്, രജൌരി ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകൾ നിലവിൽ ശാന്തമാണെങ്കിലും കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി യാതൊരു തരത്തിലുമുള്ള പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല എങ്കിൽ പോലും 9-10 തീയതികളിൽ അതിരൂക്ഷമായ ഷെല്ലാക്രമണമാണ് പൂഞ്ച് മേഖലയിൽ നടന്നിട്ടുള്ളത്. ഞാനിപ്പോഴുള്ളത് പൂഞ്ചിലാണ്. ഇവിടെ ദൃശ്യങ്ങളിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അതിർത്തി മേഖലയിൽ പൂഞ്ച് നഗരത്തിലാണ് ജനവാസ മേഖലയിലേക്ക് ഷെല്ലാക്രമണം നടത്തിയിട്ടുള്ളത്. വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്താണ് പൂഞ്ചിൽ ക്രൈസ്റ്റ് സ്കൂളിന് സമീപം. ആ ക്രൈസ്റ്റ് സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികൾ, ഒരേ വീട്ടിലെ 2 കുട്ടികൾ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഇത്തരത്തിൽ തുടർച്ചയായിട്ടുള്ള വെടിവെപ്പും ഷെല്ലാക്രമണവും ഉണ്ടായതോടുകൂടി വീട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം പുറത്തേക്ക് മറ്റ് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറാൻ ശ്രമിക്കുമ്പോഴാണ് ആ കുട്ടികൾക്ക് നേരെ ഷെല്ലാക്രമണം ഉണ്ടായിട്ടുള്ളത്. പാകിസ്ഥാന്റെ മര്യാദഘട്ട പ്രകോപനം ഭാരതത്തിന്റെ ഭാഗത്തുനിന്ന് പൂഞ്ചിൽ ജനം TV സംഘം എത്തിയപ്പോൾ കണ്ട് പകർത്തിയ ദൃശ്യങ്ങളും കാഴ്ചകളുമാണ്. കേണൽ ഡിന്നി, അങ്ങ് യൂണിഫോം അണിഞ്ഞിട്ടുണ്ട്.
അങ്ങ് സേനകളുടെ വൈരം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കണ്ടത് ആ കുട്ടികൾ, 2 കുട്ടികൾ, അവരുടെ വീട് ഈ പറയുന്ന പൂഞ്ചിലെ നഗരമധ്യത്തിലുള്ള ക്രൈസ്റ്റ് സ്കൂളിൽ നിന്ന് യഥാർത്ഥത്തിൽ അവരുടെ സ്വന്തം സ്ഥലം ഒരു 3/4 മണിക്കൂർ യാത്ര മാത്രമേ ഉള്ളൂ അവിടെ നിന്ന്. പക്ഷേ കുട്ടികളെ സമയത്ത് സ്കൂളിൽ അയക്കാൻ, നല്ല വിദ്യാഭ്യാസം കിട്ടാൻ ആ കണ്ട ഗല്ലിയിൽ, അതായത് ക്രൈസ്റ്റ് സ്കൂളിൻ്റെ ഗേറ്റിൽ നിന്ന് കഷ്ടിച്ചൊരു 50 മീറ്റർ അകലെ വാടകയ്ക്ക് താമസിക്കുകയാണ് ആ ചെറിയ ഗല്ലിയിൽ. അവരവിടുന്ന് ഈ പ്രശ്നമുണ്ട് എന്ന് കേട്ട് ശബ്ദവും ബഹളവും ഷെല്ലിൻ്റെ വർഷവും കേട്ട് രക്ഷപ്പെടാൻ ആ ഗല്ലിയിലേക്ക് ഇറങ്ങിയവരെയാണ് തകർത്ത് കളഞ്ഞത്. ഷെല്ലാക്രമണം, വെടിവയ്പ്, അതിർത്തിയിൽ പ്രകോപനം, പോസ്റ്റുകൾ നേരെ ആക്രമണം ഉണ്ടാവാം, അതിർത്തിയിലേക്ക് ഷെല്ല് ചെയ്യാം, ഒഫൻസീവ് ഡിഫൻസീവ് ഫയറിംഗ് ഒക്കെ ഉണ്ടാവാം. ഇത് ഒരു യുദ്ധമില്ലാത്ത സമയത്ത് നിങ്ങൾ എന്ത് കാണിച്ചു അതിനുള്ള തിരിച്ചടി തന്നു. 1 മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ നിങ്ങളുടെ ഭീകര താവളങ്ങൾ, നിങ്ങളുടെ ടെറർ ഫാക്ടറികൾ നമ്മൾ തകർത്തു. നിങ്ങൾ പകരം ചെയ്തത് എന്താണ്? ഇരുട്ടിൻ്റെ മറവിൽ സ്ത്രീകളും കുട്ടികളും താമസിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങളുടെ ഷെല്ല്, നിങ്ങളുടെ ടർക്കിഷ് ഡ്രോണുകൾ നമ്മൾ കത്തിച്ച് കളഞ്ഞു. നിങ്ങളുടെ മിസൈൽ എന്നും പറഞ്ഞ് ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് എങ്ങും എത്താതെ കത്തിപ്പോയി. അതിന് പകരം പാകിസ്ഥാൻ ചെയ്തത് കേണൽ ഡിന്നി പെട്ടെന്ന് ഇത് വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട്. ഞാൻ പറയുന്നതാണ്, ഇതാണോ യുദ്ധം? ഇതാണോ സൈനിക ധർമ്മം? ഏത് രാജ്യത്തിൻ്റെതോ ആവട്ടെ. ശ്രീ പ്രദീപ്, ഇത് ഈ ധർമ്മം അല്ലെങ്കിൽ സൈനിക ഒരു ഇഥോസ് എന്നൊക്കെ പറയുന്നത് പാകിസ്ഥാനെ സംബന്ധിച്ചോളം അങ്ങനെ ഒരു കാര്യമേ ഇല്ല അവർക്ക്. അത് നമ്മൾ ഇന്ന് മാത്രമല്ല, പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളതാണ്. ഈ ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ മാത്രം പാലിക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് അതൊരു വീക്ക്നെസ് ആയിട്ട് ഞാൻ കാണുന്നില്ല. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ ധർമ്മത്തിന്റെ ഭാഗത്ത് നിൽക്കാറുണ്ട്. അതായത് ചെയ്യുന്നത് പാകിസ്ഥാൻ സൈന്യത്തിന് അഗേൻസ്റ്റ് ആണ് നമ്മൾ പണിഷ്മെന്റ് കൊടുക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ കൊടുത്തു. പക്ഷെ പാകിസ്ഥാൻ സൈന്യത്തിനെ സംബന്ധിച്ചോളം എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇത് മുൻപ് നോക്കൂ, കാർഗിൽ യുദ്ധം നടന്നില്ലേ? അവർ നമ്മുടെ സൈനികർ എങ്ങനെയാണ് ചെയ്തത്? എന്റെ തന്നെ സീനിയേഴ്സ് ആയിട്ടുള്ള അനുജിനൊക്കെ എങ്ങനെയാണ് അവർ എത്ര ക്രൂരതയോടാണ് അവർ ആ ബോഡിയെ അവർ ഹാൻഡിൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവരുടെ തന്നെ ആളുകളെ അവർ ക്ലെയിം ചെയ്തോ? ഇല്ല. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചോളം അതൊരു കൾച്ചറൽ ഇഷ്യൂ ആണ്. അവരെ സംബന്ധിച്ചോളം അവർക്ക് അത് അവര് ഒരു എന്താ പറഞ്ഞാൽ ഇപ്പൊ അസീം മുനീറിനെ പോലെ ആളുകൾക്കൊന്നും ഇതൊരു യുദ്ധമൊന്നും അല്ല. അത് അവർക്ക് എന്തോ ഒരു ഹോളി കോസ് എന്നുള്ള രീതിയിലേക്ക് വേറൊരു തലത്താണ്. അപ്പൊ ഞാൻ പല സ്ഥലത്തും പറയുന്ന പോലെ അവരുടെ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഭീകരവാദിയുടെ മൈൻഡ് സെറ്റ് ആണ്. ഒരു ബെൽറ്റ് ബോംബ് ഇട്ട് നടക്കുന്ന ഒരു ഭീകരവാദിയുടെ മൈൻഡ് സെറ്റ് ആണ്. ആ ബെൽറ്റ് ബോംബ് ഇട്ട് ഞാനും തകരണം, മറ്റുള്ളവരും തകർന്നാലും വേണ്ടിയില്ല, എനിക്ക് ഞാൻ എന്താണ് ആഗ്രഹിച്ചത് അത് വേണം എന്നുള്ള ചിന്തയിൽ പോകുന്ന ഒരാളുകളാണ്. അവരെ സംബന്ധിച്ചോളം എന്ത് പുഞ്ചിലെ സിവിലിയൻസ്, ഇപ്പൊ ശ്രീ പ്രദീപും ക്യാമറമാനും ഒക്കെ അവിടെ പോയിട്ടുണ്ട്. എനിക്കറിയാം, അവിടെയൊക്കെ പോയി കണ്ടതാണ്. നിങ്ങൾക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടുകളാണ് ആ കൊച്ചുകുട്ടികളും മറ്റു കാര്യങ്ങളൊക്കെ. പുഞ്ച്, രജോറി ഈ ഏരിയയിൽ സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ ഷെല്ലിംഗ് വരുമ്പം ആ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക. കാരണം അവർക്ക് നേരിട്ട് സൈന്യത്തിനെ ടാർഗറ്റ് ചെയ്യാനുള്ള ശേഷിയില്ല, അതിനുള്ള കെൽപ്പില്ല. അതിന്റെ ഉദാഹരണമാണല്ലോ അവർ കണ്ടത് മെയ് 10-ാം തീയതി. അപ്പൊ അങ്ങനെ നിൽക്കുമ്പം അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഈസി ടാർഗറ്റ്, സിവിലിയൻസ് ടാർഗറ്റ് ചെയ്യുക. അത് തന്നെയാണ് പെഹൽഗാമിൽ, അത് തന്നെയാണ് അവർ ശ്രമിച്ചത്. നോക്കൂ, അവരുടെ തന്നെ ഒരു സിവിലിയൻ എയർലൈൻ, ആ സിവിലിയൻ എയർലൈൻ ലാഹോറിൽ ലാൻഡ് ചെയ്യാൻ സമയത്ത് അതിന്റെ മറവിൽ നിന്നാണ് അവർ ഡ്രോൺസ് ഫയർ ചെയ്തത്. അതായത് വേണമെങ്കിൽ നമ്മൾ തിരിച്ചടിച്ച ഈ സിവിലിയൻ എയർക്രാഫ്റ്റ് താഴെ പോയാലും വേണ്ടിയില്ല, ഞങ്ങളെ ഇത് ചെയ്യണം. സോ എനിക്കിതിനകത്തൊരു സർപ്രൈസിനോ എനിക്ക് അതിശയമൊന്നുമില്ല ശ്രീ പ്രദീപ്. ദിസ് ഇസ് വാട്ട് പാകിസ്ഥാൻ ആർമി ഈസ്. ഇത് അവരുടെ കൾച്ചറാണ്. ഇത് അവർ ഇനിയും ചെയ്യും. അതിനവർ തിരിച്ചടി കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നു മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങേക്കുള്ള വിഷ്വൽ പിന്നാലെ കാണിക്കും. അതിനു മുമ്പ് ജനറലി ഞാൻ ചോദിച്ച 2 കാര്യങ്ങൾ അങ്ങയോട് കൂടി ചോദിക്കുന്നു. ഒന്ന്, നമ്മുടെ ഈ ഒരു ദൗത്യത്തെക്കുറിച്ച്, മിഷനെക്കുറിച്ച്, ലോകമെമ്പാടും ഇങ്ങനെ പറന്ന ലോകത്തെ ഓരോ രാഷ്ട്രങ്ങളെയും, നിർണായക രാഷ്ട്രങ്ങളെ അവിടെ ചെന്ന് തെളിവുകൾ അക്കമിട്ട് നിരത്തി ഇതാണ് പാകിസ്ഥാൻ ചെയ്യുന്നത്. അല്ലാതെ അവർ വെടിവെച്ചു, നമ്മൾ തിരിച്ചടിച്ചു, ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യുന്നില്ല. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങയുടെ ഇതേക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ സാധാരണ പറയുന്നൊരു വാചകമുണ്ട്, നോൺ വയലൻസ് എന്ന് പറയുന്നൊരു കാര്യം. നമ്മളുടെ ഗാന്ധി മുന്നോട്ട് വെച്ചൊരു ആശയമായിട്ടാണ് നമ്മൾ സ്കൂൾ കാലം മുതൽ പഠിച്ച് കുട്ടിക്കാലം മുതൽ നെഞ്ചിലേറ്റിയൊരു ആശയം. അത് വെറുതെ പറഞ്ഞതല്ല എന്ന് ബോധ്യപ്പെട്ടൊരു സമയമായിരുന്നു ഈ പറയുന്ന ഒരു യുദ്ധകാലം എന്ന് പറയുന്നത്. കാരണം നമ്മളിപ്പോൾ സംസാരിക്കുന്ന ഈ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നേരിട്ട് കണ്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യ അവിടെ ഉയർത്തിപ്പിടിച്ചത് ഈ നോൺ വയലൻസ് എന്ന് പറയുന്ന ആശയം തന്നെയാണ് എന്നതാണ്. കാരണം നോൺ വയലൻസ് ഈസ് ദ വെപ്പൺ ഓഫ് ദ സ്ട്രോങ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഗാന്ധി പറഞ്ഞ കാര്യം തന്നെയാണ്. അത് നമ്മൾ കാണുമ്പോൾ അത് മുന്നോട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? അവിടെ അതിനുള്ള ഒരു ധൈര്യം നമുക്ക് വേണം. നമ്മളുടെ കഴിവിലുള്ളൊരു വിശ്വാസം നമുക്ക് വേണം, ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അത് ഇന്ത്യക്കുണ്ട്,
അത് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അതിനുള്ളൊരു മോറൽ ഒരു ഗ്രൗണ്ട് അല്ലെങ്കിൽ ഒരു മോറൽ സുപ്പീരിയോറിറ്റി അത് നമുക്ക് ഇവിടെ കണ്ടെത്താൻ സാധിച്ചു. അത് നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ എല്ലാ ഗ്രൗണ്ട്സിലും പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു ഭീകര രാഷ്ട്രമെന്ന് നമുക്ക് വിളിക്കാവുന്ന തലത്തിലേക്ക് മാറുന്നതും അവർ കൃത്യമായിട്ട് സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്നതും അത് പഹൽഗാമിൽ അറ്റാക്ക് മുതൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ അനുമോദിക്കുന്നത് മുതൽ അവരെ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് വിളിക്കുന്നത് മുതൽ അവരെ അനുമോദിക്കുന്നത് മുതലെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് നമ്മൾ നടത്തിയ ടെറർ ടാർഗറ്റ്സ് മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള അറ്റാക്കിന് അവർ മറുപടി എന്നോണം അവർ ചെയ്തത് ഇവിടെ സൂചിപ്പിച്ച പോലെയുള്ള ഒരു സിവിലിയൻ എയർപ്ലെയിനെ വരെ മറയാക്കിക്കൊണ്ട് ഒരു അറ്റാക്കിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു മോറൽ ഡീഗ്രഡേഷൻ അത് അവിടെ വ്യക്തമാണ്. അതെന്താണ്? അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം നോൺ വയലൻസ് എന്നുള്ളത് പോയിട്ട് ഇതിനകത്ത് ഒരു തരത്തിലുള്ള നൈതികതയും അവർ ഉയർത്തിപ്പിടിച്ചിട്ടില്ല, ഒരു എത്തിക്സും അവർ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളതും കൂടിയാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചത്. ഇതെല്ലാം നമുക്ക് തരുന്നൊരു കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ കൃത്യമായ ഒരു ലക്ഷ്യബോധം എന്ന് പറയുന്നത് ഒരു ഇന്ത്യക്കാരനായിട്ട് നിലകൊള്ളുന്നതിൽ ഒരു ആത്മാഭിമാനവും അതുപോലെ തന്നെ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതായിട്ടുള്ള മൂല്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ക്ലാരിറ്റിയുമാണ് നമുക്ക് നൽകിയത് എന്നതാണ് ഇതിൻ്റെ ഒരു ആകത്തുക എന്നുള്ള രീതിയിൽ എനിക്ക് തുടക്കത്തിൽ പറഞ്ഞു വെക്കാനുള്ളത്. അതിലൊരു അഭിമാനം കൊള്ളുന്ന ഒരു ഭാരതീയനായിട്ട് തന്നെയാണ് എനിക്കൊക്കെ നമ്മളിവിടെ അറിയാൻ അല്ലെങ്കിൽ നമ്മളെ ഇവിടെ ആ രീതിയിൽ അവതരിപ്പിക്കാൻ തന്നെയാണ് നമുക്ക് ഇന്ന് താല്പര്യമുള്ളത്. അതാണ് തുടക്കത്തിൽ പറയാനുള്ളത്. പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക്. സാർ നമസ്തേ, ഗുഡ് ഈവനിങ്. ഭാരതം പാകിസ്ഥാന് കൊടുക്കേണ്ടത് കൊടുത്തു, കൃത്യമായി തിരിച്ചടിച്ചു. ലോകത്തിന് മുന്നിൽ അത് നമുക്ക് കൃത്യമായി ലോകത്തെ ബോധ്യപ്പെടുത്താനും കഴിഞ്ഞു, സൈനിക വക്താക്കൾ വന്നിട്ട്. ഇതൊക്കെ നമ്മൾ വിശദമായി കണ്ടതാണ്. അതിനുശേഷം ഭാരതം അടുത്ത പടിയിലേക്ക് കടക്കുകയാണ്. ഇനി ലോകത്തെ ബോധ്യപ്പെടുത്തണം. എവിടെ? അവിടെ ചെന്ന് ബോധ്യപ്പെടുത്തണം എന്തൊക്കെയാണ് ഇവിടെ ചെയ്തതെന്ന്. അവിടെ തികച്ചും ജനാധിപത്യപരമായി എല്ലാ കക്ഷികളിൽ നിന്നും യോഗ്യരായവരെ കണ്ടെത്തി ഒരു പട്ടികയുണ്ടാക്കുന്നു. ആദ്യം അതിൽ അപശബ്ദമുയർത്തിയത് കോൺഗ്രസ് ആണ്, രണ്ടാമത് മമതയും. ഞാൻ പറഞ്ഞയാളെ വിട്ടില്ല, ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടില്ല ശശി തരൂരിനെ എന്ന് പറഞ്ഞിട്ട് നിർദ്ദേശിച്ച പേരുകളിൽ ഒന്നിലേക്ക് കടത്തുന്നില്ല. അസമിൽ നിന്നുള്ളൊരു വിദ്വാനാണ്, അദ്ദേഹത്തിൻ്റെ കഥകളൊക്കെ ഈ നാട്ടിൽ പാട്ടുമാണ്. പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ റോണി സാർ, പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കശുവണ്ടി കോർപ്പറേഷൻ്റെയോ മുന്നാക്കക്ഷേമ കോർപ്പറേഷനിലെ ചെയർമാൻ സ്ഥാനത്തേക്കുള്ള നോമിനിയാണോ ചോദിച്ചത്? പോകേണ്ട രാജ്യത്ത്, അറബ് രാജ്യത്ത് ചെന്നാൽ അവർക്ക് മനസ്സിലാവുന്ന വിധത്തിൽ, US ചെന്നാൽ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, UK ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ബോധ്യപ്പെടുത്തുന്ന ശൈലിയിൽ ഭാരതത്തിൻ്റെ വശം പറഞ്ഞ് ബോധ്യപ്പെടുത്താനല്ലേ അയച്ചത്. അവിടെ പോലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും, തോൽവിയുണ്ടാവും, ജയമുണ്ടാവും, അധികാരം വരും പോകും. പക്ഷെ അവിടെ പോലും അപശബ്ദമുണ്ടാക്കുന്ന രീതിയിലേക്ക് അധപ്പതിച്ചോ കോൺഗ്രസ്? ഈ പറഞ്ഞ വിഷയത്തില് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയത് കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേന്ദ്ര സർക്കാരിന് അവർക്ക് ഇഷ്ടമുള്ള MP-മാരെ ചൂസ് ചെയ്യാം. ഇന്ത്യയിൽ നിന്ന് ആരെ വേണമെങ്കിലും അവർക്ക് ചൂസ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ. പക്ഷെ അതിന്റെ അകത്ത് ഉണ്ടാക്കിയ ഒരു ആശയക്കുഴപ്പം എന്താ? ആദ്യം കേന്ദ്ര സർക്കാർ ഇന്ന ആളുകളെ തീരുമാനിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? രാഷ്ട്രീയ പാർട്ടികളോട് ലിസ്റ്റ് ചോദിക്കുന്നു. ഇപ്പോൾ അതിന് ഒരു സതുദ്ദേശപരമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം അതിന്റെ അകത്ത് കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്ര സർക്കാരിന്റെ ഉദ്ദേശ ലക്ഷ്യം വളരെ കൃത്യമായിരുന്നെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ദേ ഹാവ് അബ്സല്യൂട്ട് ഫ്രീഡം. ഇഷ്ടമുള്ള MP-മാരെ അത് ഭരണപക്ഷത്തുനിന്നോ പ്രതിപക്ഷത്തുനിന്നോ അവർക്ക് ചൂസ് ചെയ്യാം. പക്ഷെ അതിനകത്തുണ്ടായിരുന്നു, കാരണം ഇതൊക്കെ കൃത്യമായി ഇതിന്റെ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പിന്നെ പാർട്ടി നേതൃത്വങ്ങൾക്ക് കൃത്യമായി അറിയുന്നുണ്ട്. അല്ലെങ്കിൽ ശശി തരൂരിനെ അയക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. ശശി തരൂരിനോട് 2 ദിവസം മുൻപ് തന്നെ വിളിച്ച് അനുവാദം ചോദിക്കുന്നു. എന്നിട്ട് പിന്നെ കോൺഗ്രസിനോട് നിങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് ആരാണ് എന്ന് ചോദിക്കുന്നത് ഒരു ധാർമ്മികമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതിന്റെ അകത്ത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടി ആ ഒരു ആശയക്കുഴപ്പം ഒഴിവാക്കാമായിരുന്നു. ഒന്നെങ്കിൽ ആദ്യം ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളോട് അല്ലെങ്കിൽ ഈ ഏത് MP-മാരെയാണോ അയക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ആ രാഷ്ട്രീയ പാർട്ടിയോട് ചോദിക്കാം, നിങ്ങൾക്ക് ആരുടെയൊക്കെ പേര് നോമിനേറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെയെങ്കിൽ ഉറപ്പായിട്ടും, കാരണം ശശി തരൂരിനെ ഞങ്ങൾ മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. കാരണം അദ്ദേഹം വിദേശകാര്യ പിന്നെ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പാർലമെന്ററി കമ്മിറ്റിയുടെ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന ആളാണ്. കോൺഗ്രസ് ആണ് ആ അധ്യക്ഷ പദത്തേക്ക് അദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തത്, അല്ലെ കേന്ദ്ര സർക്കാരല്ല. കേന്ദ്ര സർക്കാർ കോൺഗ്രസിനോട് ചോദിച്ചു, സുപ്രധാനമായിട്ടുള്ള ഇന്ന പാർലമെന്റ് കമ്മിറ്റികൾ അതിൽ നിങ്ങൾക്ക് നൽകാം, കോൺഗ്രസ് നൽകാൻ പോവുകയാണ് 2-3 കമ്മിറ്റികൾ. ആ കമ്മിറ്റികളിൽ ആരെയാണ് നിങ്ങൾ അതിന്റെ
ചെയർപേഴ്സണായിട്ട് നിങ്ങൾ തീരുമാനിക്കുന്നത്? ഞങ്ങൾ ഒരു കമ്മിറ്റി ഇടുന്നതായി ശശി തരൂരിനെ തീരുമാനിച്ചു ഈ വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട്. അതുപോലെ ഈ പറയുന്ന മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കമ്മിറ്റി PSC, പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി, അതിന്റെ ചെയർപേഴ്സണായിട്ട് ഞങ്ങൾ നോമിനേറ്റ് ചെയ്ത് KC വേണുഗോപാലാണ്. അപ്പൊ അതിൻ്റെ അകത്തൊന്നും ഒരു ആശയക്കുഴപ്പം ഉണ്ടായില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചെന്താ, മുൻകൂട്ടി തീരുമാനിച്ചു, ഈ പറയുന്ന ആളുകളെ അറിയിച്ചു, നിങ്ങൾ ബില്ലിംഗ് ആണോ, ഞങ്ങൾ നിങ്ങളെ നോമിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. രാഷ്ട്രീയ പാർട്ടികളോട് പിന്നെ അഭിപ്രായം ചോദിച്ചു. അതിന്റെ അകത്താണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. റോണി സാറിന്റെ വാക്കുകൾ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നു. അങ്ങ് ഒരു കാര്യം കൂടി വ്യക്തമാക്കണം, എവിടെയാണ് വെള്ളം കലക്കിയത്, ഏതായിരുന്നു ആ മീൻ? അത് വളരെ വളരെ വ്യക്തം. കാരണം നിങ്ങൾക്കറിയാം, കാരണം ശശി തരൂര് പറഞ്ഞതും പറയാത്തതും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് മാധ്യമങ്ങൾ വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ശശി തരൂരിനെ ഏത് രീതിയിലും കോൺഗ്രസിൽ നിന്നും പിന്നെ അകറ്റിയെടുക്കുവാൻ വേണ്ടി, പിന്നെ അകറ്റി മാറ്റുവാൻ വേണ്ടിയിട്ട് കോൺഗ്രസിൽ നിന്നും പിന്നെ പുറത്തു ചാടിക്കുന്നതിന് വേണ്ടി വളരെ സംഘടിതമായിട്ടുള്ള ഇത് ശശി തരൂർ പോവുകയാണോ കോൺഗ്രസ് വിട്ട്? ശശി തരൂർ അദ്ദേഹം ഇന്നലെയും ഏറ്റവും അവസാനവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം കാരണം എപ്പോഴെപ്പോഴും ഒരു മനുഷ്യന്റെ ഒരു ക്രെഡിബിലിറ്റി. ഒരു നിമിഷം, ഡോക്ടർ ആരിഫ് ഹുസൈൻ അങ്ങ് കൈ ഉയർത്തിയതാണല്ലേ, അങ്ങയിലേക്ക് റോണി സാറിലേക്ക് വരാം. ഡോക്ടർ ആരിഫ് ഹുസൈൻ, എനിക്ക് റോണി സാറിൽ നിന്നുമാണ് ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടേണ്ടത്. അതായത് നമ്മുടെ മുന്നിലുള്ള വിഷയം എന്താണ്? ശശി തരൂർ ഒരുപാട് ഡെലിഗേഷൻസ് പോയി, അതിൽ ഒന്നാണ് ശശി തരൂർ നയിക്കുന്ന ഡെലിഗേഷൻ. ബാക്കിയുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും അത്തരം ഒരു പരാതി ഉണ്ടോ എന്നുള്ളത് വേറെ വിഷയം, നമ്മൾ തൽക്കാലം അത് വിടുന്നു. അതിലും കോൺഗ്രസിന്റെ പ്രതിനിധികളൊക്കെ ഉള്ളത് വേറെ വിഷയമാണ്. പോട്ടെ, എന്ത് തന്നെയായാലും അങ്ങനെ ഒരു പ്രൊസീജിയർ ഉണ്ട് അതിന് സെലക്ഷൻ അതിലേക്ക് തെരഞ്ഞെടുത്തതിൽ. അതിലെ പ്രശ്നമാണ് താങ്കളോട് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ തെരഞ്ഞെടുത്തു, നമ്മളുടെ ലക്ഷ്യം ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുക എന്നതാകുമ്പോൾ അത് എന്തു തന്നെയായാലും ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്യുക എന്നതാണല്ലോ നമ്മളുടെ മുഖ്യമായ ആവശ്യം. അങ്ങനെ വന്നു. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇനി ശശി തരൂർ അല്ല വേറൊരാളായിരുന്നു, റോണി തോമസ് തന്നെയായിരുന്നു എന്ന് വിചാരിക്കാം, താങ്കൾ ഈ പറയുന്ന ഈ ഒരു ഡെലിഗേഷന്റെ ഭാഗമായിട്ട് പോയിരുന്നുണ്ടെങ്കിൽ, ശശി തരൂരിന്റെ സ്ഥാനത്ത് താങ്കളായിരുന്നു, താങ്കളെ സെലക്ട് ചെയ്തത് രാഹുൽ ഗാന്ധി ആയിരുന്നുണ്ടെങ്കിൽ താങ്കൾ എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ വിശദീകരിക്കുക എന്നൊന്ന് നമുക്ക് പറഞ്ഞു തരാമോ? ആദ്യം മുതൽ ഞാൻ പിന്നെ പറയുന്നതും നിലപാടെടുത്തിരിക്കുന്നതും ഈ രാജ്യത്തിന്റെ താല്പര്യം. കാരണം കോൺഗ്രസിന് ഒരിക്കലും ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ചിന്തിക്കുവാനായിട്ട് കഴിയില്ല. അടിസ്ഥാനപരമായി ഞാനൊരു ഭാരതീയനാണ്, ഞാനൊരു ഇന്ത്യക്കാരനാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവമായി വിശ്വസിക്കുന്ന ഒരാളാണ്. ഇന്ത്യയുടെ താല്പര്യവും കോൺഗ്രസിന്റെ താല്പര്യവും വിഭിന്നമാണെന്നും വ്യത്യസ്തമാണെന്നും ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല. കാരണം ഈ രാജ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ, ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, ഈ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും, എന്തുകൊണ്ടാണ് ഞാനൊരു കോൺഗ്രസ്സുകാരനായത്? അടിസ്ഥാനപരമായി ഈ രാജ്യത്തോട് അടിസ്ഥാനപരമായി സ്നേഹമുള്ള ഒരാളായതുകൊണ്ട്, ഈ രാജ്യത്തോട് 100% കൂറും വിശ്വാസമുള്ള ഈ ഭാരത മണ്ണിൽ ജനിച്ചു എന്നതിൽ അഭിമാനിക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടിയിൽ വിശ്വസിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഒരിക്കലും എന്റെ പ്രസ്ഥാനം ഈ രാജ്യത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ഒരു തീരുമാനം എടുക്കില്ല. കാരണം എന്നെ ഇപ്പോൾ അങ്ങ് ചോദിച്ചതുപോലെ എന്നെ ഒരു ഡെലിഗേഷൻ അയച്ചാൽ എന്റെ മറ്റൊരു താല്പര്യങ്ങളുമില്ല, ഈ രാജ്യത്തിന്റെ താല്പര്യം മാത്രം. ഈ രാജ്യത്തിന് വേണ്ടി ഏതറ്റം വരെ പോകാൻ, ഇപ്പോൾ കേരള ഇന്ത്യയെ പോലെ അതിർത്തിയിൽ പോയി വെടിയേറ്റ് മരിക്കുവാനാണേലും ഞാൻ തയ്യാറാണ്. അപ്പോൾ ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. അപ്പൊ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, അല്ലെങ്കിൽ അതിലൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടത്, അതായത് ശശി തരൂര് പോയി ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ 100% താങ്കൾ യോജിക്കുന്നു എന്നാണോ അതിന്റെ അർത്ഥം? കാരണം അത് ശശി തരൂർ മാത്രമല്ലല്ലോ, ഇവിടെ ചൂണ്ടിക്കാട്ടിയുണ്ടായി ഇന്ത്യക്ക് വേണ്ടി അല്ല, ഇപ്പോൾ പ്രശ്നം ശശി തരൂരിന്റെ പേരിലാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അത് ചോദിക്കുന്നത്. ശശി തരൂര് അവിടെ പോയി പറഞ്ഞ ഒരു പ്രസ്താവനയോട് നമുക്കൊരു വിയോജിപ്പില്ലല്ലോ. അദ്ദേഹം രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണല്ലോ സംസാരിക്കുന്നത്. അദ്ദേഹം രാജ്യവിരുദ്ധമായ ഒരു കാര്യം പറയുന്നില്ലല്ലോ. അദ്ദേഹം ഇപ്പോൾ അവിടെ പോയി സംസാരിക്കുന്ന മുഴുവൻ എന്താ, ഒരു ഭാരതീയൻ എങ്ങനെയാണോ വിദേശ രാജ്യങ്ങളിൽ പോയി നമ്മളെ റെപ്രസെന്റ് ചെയ്ത് സംസാരിക്കേണ്ടത്, അത് തന്നെ. അത് തരൂര് മാത്രമല്ല സംസാരിക്കുന്നത്. പ്രൊഫസർ റോണി കെ ബേബി, ഒരു ഭാരതീയൻ ഒരു കാര്യം, ഇതിന്റെ ചുവട് പിടിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ കണ്ടിന്യൂ. ഒരു ഭാരതീയൻ എങ്ങനെയാണോ വിദേശത്ത് പോയി സംസാരിക്കേണ്ടത് ആ ഭാഷയിലാണ് ശശി തരൂർ സംസാരിക്കുന്നത്. പ്രൊഫസർ റോണി, ഞാനിത് വിഷയത്തിൽ നിന്ന് വഴിമാറാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഒരു ഭാരതീയൻ എങ്ങനെയാണോ വിദേശത്ത് പോയി സംസാരിക്കേണ്ടത് എന്ന് നിങ്ങളുടെ നേതാവ് രാഹുലിന് കൂടി പറഞ്ഞു കൊടുക്കണ്ടേ? ഒരു ഭാരതീയൻ എങ്ങനെയാണോ വിദേശത്ത് പോയി സംസാരിക്കാൻ പാടില്ലാത്തത്, ഒരു ഭാരതീയൻ എങ്ങനെയാണോ വിദേശത്ത് പോയി പെരുമാറാൻ പാടില്ലാത്തത്, ഒരു ഭാരതീയൻ എന്തൊക്കെയാണോ വിദേശത്ത് പോയി ചെയ്യാൻ പാടില്ലാത്തത്, അതൊക്കെയല്ലേ തുടർച്ചയായി അദ്ദേഹം ചെയ്തു. ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യത്തിൽ നിന്ന് മാറിപ്പോവുകയാണ്. എവിടെയൊക്കെ പോയാണ് അദ്ദേഹം ഈ കൊതിക്കറിവ് തീർത്തത്? ഭാരതത്തിൽ ഇലക്ഷൻ തോറ്റതിന് അദ്ദേഹം നാട് നീളെ നടന്ന് പറഞ്ഞ അസത്യത്തിന് കയ്യും കണക്കുമുണ്ട്. പ്രൊഫസർ റോണി കെ ബി, ഒരു ഭാരതീയൻ വിദേശത്ത് പോയി പറയേണ്ട ഭാഷ?
പ്രദീപ് എന്നോട് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എന്താണ് പ്രദീപ് ചോദിക്കാൻ പോകുന്നത് എന്നുള്ളത്. എനിക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായി. നമ്മൾ വിദേശത്ത് പോയി സംസാരിക്കുമ്പോൾ ഓരോ ഇഷ്യൂസ്, ഇപ്പോൾ ഈ ഇഷ്യൂ മറ്റു പല ഇഷ്യൂസിനെ പോലെയല്ല ഈ ഇഷ്യൂ. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുരാജ്യമായി നിൽക്കുന്നു, നമ്മളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, പതിറ്റാണ്ടുകളായി നമ്മളെ എങ്ങനെ തകർക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു രാജ്യം. ആ രാജ്യത്തിൽ ഇതിനെ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഷ വേണ്ടി സംസാരിക്കാനായിട്ട് ഇനി ഈ രാജ്യത്തെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട്, ഈ രാജ്യത്തെ മാധ്യമ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ. 2014 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ചൈനയിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പോയി പറഞ്ഞ എന്താ? 2014 മുമ്പ് ഈ രാജ്യത്ത് ജനിച്ചു എന്നതിന് പേരിൽ അപമാനിതരായി തലതാഴ്ച നടക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയ. അദ്ദേഹം ചൈനയിൽ പോയി നിന്നുകൊണ്ടാണ് 2014 ശേഷം അദ്ദേഹം സംസാരിച്ചത്. അപ്പോൾ നമ്മൾ പല ഓരോ കോണ്ടെക്സ്റ്റുകളുണ്ട്. ഈ കോണ്ടെക്സ്റ്റിൽ ഇത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മളൊരു പോരാട്ടത്തിലാണ്, നമ്മുടെ ശത്രു രാജ്യത്തിനെതിരെയുള്ള ഒരു പോരാട്ടത്തിലാണ്. ഇതിന്റെ അകത്ത് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ, രാജ്യത്തിന്റെ അഖണ്ഡത അതിനെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു പരാമർശങ്ങൾ മാത്രമേ ഇതിനകത്ത് പാടുള്ളൂ. പക്ഷെ നമുക്ക് മറ്റു പല കാര്യങ്ങളില് ഈ രാജ്യത്തിന്റെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട്, ഈ രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അക്കാദമിക് ചർച്ചയിലൊക്കെ പല വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോൾ ചോദ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള മറുപടികൾ പറയാം. അത് ശരി, തെറ്റാണ്. പ്രൊഫസർ റോണി കെ ബേബി, ശരിയാണ്, നരേന്ദ്രമോദിജി അങ്ങനെ പറഞ്ഞു അല്ലേ? നാണം കെട്ട് നിന്ന അവസ്ഥ. നാണം കെട്ട് നിന്നില്ലേ സാർ? ബോംബെയിലേക്ക് കടന്നു കയറി ഭാരതത്തിന്റെ നെഞ്ചത്ത് തുരുതുര വെടിവെച്ചിട്ട് കടൽ മാർഗം കുറെ പേര് പോവുകയും മെഴുകുതിരി കത്തിച്ചല്ലേ നമ്മൾ മറുപടി പറഞ്ഞത്? അതിന് പിന്നാലെ പഴയ കഥയാണെന്ന് പറയാമോ? $2.5 കോടി. എന്താണ് ദുരിതാശ്വാസം? ആർക്ക്? പാകിസ്ഥാനിൽ ഇരുന്നിട്ട് ഇവിടുത്തെ നിരപരാധികളെ നിരത്തി കൊന്നൊടുക്കി ഇവിടെ ഭീകരത വിളമ്പാൻ പറഞ്ഞയച്ച രാജ്യത്തിലേക്ക് നമ്മൾ $2.5 കോടി. പിന്നെ പറഞ്ഞ് പിന്നിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടായത് എന്തൊക്കെയാണ്? വിത്തെടുത്ത് കുത്തിയില്ലേ? ആകെ ഉണ്ടായിരുന്ന ആസ്തി ആ സ്വർണം കൊണ്ട് പണയം വെച്ചില്ലേ? നിരനിരയായി ആഴ്ചയ്ക്ക് മാറി മാറി വന്ന പ്രധാനമന്ത്രിമാർ. ആ പറഞ്ഞതിൽ എന്താണ് കുഴപ്പം? നാണം കെടുത്തിയില്ല. എവിടെ? ഒറ്റ കാര്യം, നമുക്ക് രാഷ്ട്രീയമെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു ഒറ്റ കാര്യം ഞാൻ ചോദിക്കട്ടെ. ബ്രഹ്മോസ്, റഫാൽ, അങ്ങ് പറഞ്ഞു രാഷ്ട്രീയം തീരെ പറഞ്ഞില്ല എന്ന്. റഫാലിനെതിരെ അഴിമതി ആരോപണം തുരുതുരെ ഉന്നയിച്ച് കോടതി വരെ കൊണ്ടെത്തിച്ച ഇടപാട് നടക്കാതിരിക്കാൻ ശ്രമിച്ചത് രാഹുലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്. 2, ബ്രഹ്മോസ്, ഭാരതവും റഷ്യയും ചേർന്ന് ബ്രഹ്മപുത്രയുടെ പേരിൽ നിന്ന് ഉയർത്തി ഇന്ന് ബ്രഹ്മാസ്ത്രമായി മാറിയ ബ്രഹ്മോസ് അത് എക്വയറാൻ ശ്രമിച്ചപ്പോൾ കണ്ണുരുട്ടിയതാരാണ്? US. പണ്ട് US കണ്ണുരുട്ടിയപ്പോൾ പണ്ട് ആണവ പരീക്ഷണം നടത്തിയെന്ന് പറഞ്ഞ് അവിടെ ഫ്രീസറിൽ വെച്ചു. നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ പേടിച്ചു. ആണവ കരാർ ഒപ്പിട്ടു, പേടിച്ചു. US കണ്ണുരുട്ടി. ഈവൻ ഓസ്ട്രേലിയ പോലും സാങ്ഷൻസ് അത് ഇത്. ഇപ്പോഴും പറഞ്ഞു സർ ഉപരോധ ഭീഷണി, ടെക്നോളജിക്കൽ സാങ്ഷൻ ഭീഷണിപ്പെടുത്തി. അനങ്ങിയില്ല. ബ്രഹ്മോസിംഗ് വന്നു. അന്ന് വിവാദത്തിൻ്റെയും കണ്ണുരുട്ടലിൻ്റെയും മുന്നിൽ കീഴടങ്ങാതിരുന്നതിൻ്റെ ഫലമാണ് ഇന്ന് 26 ജീവനുകൾ കൈവിട്ടിട്ട് പാകിസ്ഥാന്റെ ഈ ഭീരുത്വം നിറഞ്ഞ ആക്രമണത്തിൽ പൊലിഞ്ഞ 15 ജീവനുകളും ഒരു സൈനികന്റെ ജീവനും ഉൾപ്പെടെ സമ്മതിച്ചുകൊണ്ട് പറയാം ഇന്നും നെഞ്ചു വിരിച്ച് തലയുയർത്തി നിൽക്കാൻ പറ്റുന്നത് ഭാരതീയനാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നാണം കെടുത്തി എന്ന് പറയുന്നതിൽ അങ്ങനെ വിഷമിച്ചിട്ട് കാര്യമുണ്ട്. ഞാൻ അങ്ങനെയൊക്കെ തിരികെ എത്താം. കൃത്യമായി എനിക്ക് മറുപടിയുണ്ട്. ശരി, ഇപ്പോൾ നമ്മൾ പറഞ്ഞ റഫാൽ ആണെങ്കിലും അല്ലെ ബ്രഹ്മോസ് ആണെങ്കിലും മിറാഷ് ആണെങ്കിലും മിഗ് ആണെങ്കിലും ബോഫോഴ്സ് ആണെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ BJP ഗവൺമെന്റ് ഇവിടെ കൊണ്ടുപോകുന്നില്ലല്ലോ. റഫാലുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും എല്ലാം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയി. ഞങ്ങൾ പറഞ്ഞ എന്താ, പിന്നെന്തിനാ അതിന് തുരങ്കം വെക്കാൻ നോക്കിയത്? കോൺഗ്രസ് തുടങ്ങി വെച്ചതാണെങ്കിൽ അത് കോൺഗ്രസ് ഉദ്ദേശിച്ച കാര്യം നടക്കാത്തതുകൊണ്ടാണ്, അന്ന് ഡീൽ ക്ലോസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ? ഒരിക്കലല്ല. 500 കോടി രൂപയ്ക്ക് മേടിക്കാമെന്ന് പറഞ്ഞ റഫാൽ 1500 കോടി രൂപയ്ക്ക് മേടിക്കും. സാറേ, നമ്മൾ ഇത് ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഹിമാലയത്തിന്റെ മേളിൽ പറന്നു പോകാൻ പറ്റാത്ത ഹെലികോപ്റ്റർ വാങ്ങിയ ഇടപാടുകളിലേക്ക് വരെ പോകേണ്ടി വരും. നമുക്ക് ഒന്നുകൂടി വിഷയത്തിലേക്ക് തിരിച്ചു വരാം. 1-2 കാര്യങ്ങൾ ഉണ്ട്. നമുക്ക് മറുപടി പറയാൻ സമയം തന്നില്ല. പറയൂ. തികച്ചും ജനാധിപത്യം പറഞ്ഞോളൂ. ഈ പറയുന്ന ആണെങ്കിലും അല്ലെ മിറാഷ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന റഫാൽ ആണെങ്കിലും ബ്രഹ്മോസ് ആണെങ്കിലും ഇതിന്റെ എല്ലാം തുടക്കം കുറിച്ച് എന്താ, കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്ന കാലഘട്ടത്തിലല്ലേ. പിന്നെ അങ്ങോട്ട് പറഞ്ഞു 2008 കാര്യം അങ്ങ് പറഞ്ഞു. നമ്മള് പിന്നെ ഒന്നും ചെയ്തില്ലായിരുന്നു. 2008 ശരിയാണ്, ഞങ്ങൾ സർജിക്കൽ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടാവില്ല ഇപ്പോൾ പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പാകിസ്ഥാനിൽ തീവ്രവാദ കേന്ദ്രങ്ങൾ കയറി ആക്രമിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ 2008 ശേഷം പാകിസ്ഥാനെ കരിപ്പത്തിയിൽ ഉൾപ്പെടുത്തിയത് ഇന്ത്യയുടെ സർവഫലമായിട്ടാണ് എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണം. ഇതുപോലെ നമ്മൾ ദൗത്യ സംഘങ്ങളെ വിദേശ രാജ്യങ്ങളിൽ അയച്ചു. അന്നും അതുപോലെ അയച്ചു. ലോകത്തെ മുഴുവൻ കൺവിൻസ് ചെയ്യിച്ചു. നമ്മൾ കരിപ്പറ്റയിൽ ഉൾപ്പെടുത്തി ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിച്ചു. നമ്മൾ ഇനി ഈ ചർച്ചയുടെ അവസാന നാട്ടിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ അമേരിക്ക എന്താ ചെയ്യുന്നത്? ഒരു വശത്ത് ഇന്ത്യയെ തലോടുന്നു, മറുവശത്ത് എന്ത് ചെയ്യുന്നു? പാകിസ്ഥാനെ മറ്റേ കൈകൊണ്ട് തലോടുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഇതിനെ അപലപിച്ചുകൊണ്ട് ഒരു പ്രമേയം പോലും നമുക്ക് വിമർശന ബുദ്ധിയോട് പറയുന്നല്ല. ലോകം മുഴുവൻ ഇപ്പോൾ ഭീകരതയ്ക്കെതിരെ വലിയ യുദ്ധം നടത്തിയ
അമേരിക്ക 24/11 ശേഷം 3 രാജ്യങ്ങൾ ഇറാനെയും ഉത്തര കൊറിയയും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് അഫ്ഗാനിസ്ഥാനെ ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് വലിയ യുദ്ധം നടത്തി. അമേരിക്ക പോലും എന്താ ഇവിടെ വളരെ സൈലന്റ് ആയി എന്ത് ചെയ്യുക, ഈ പറഞ്ഞ പാകിസ്ഥാന് ഒരു കൈ സഹായം ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കണ്ടു, നമ്മൾ വലിയ ശക്തി എടുത്താണ് IMF-ൽ പോയി പാകിസ്ഥാൻ പണം കൊടുക്കരുത്. പക്ഷെ ആ തീരുമാനമൊന്നും മാറ്റിവെക്കാൻ പോലും IMF-ന് കഴിഞ്ഞില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇന്ത്യ അതിന്റെ സജീവമായി ഇന്ത്യ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിൽ പോയി പ്രൊഫസർ റോണി സർ അങ്ങ് പറഞ്ഞ ഓരോ വിഷയത്തിലേക്കും നമുക്ക് വരാം, ഓരോ വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്യാം, സമയമുണ്ട്. പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞ് നിർത്തിയ സ്ഥലത്ത് നിന്ന് ഞാൻ കേണൽ ഡിന്നിയിലേക്ക് പോകുന്നു. എനിക്ക് ജോസഫ് സാറിലേക്ക് വരണം. US-ൻ്റെ കാര്യം ഞാൻ അത് അറിയാവുന്ന ആൾക്ക് വിട്ടുകൊടുക്കാം, ഏറ്റവും പുതിയ വാർത്തയും അദ്ദേഹത്തോട് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് കൃത്യം 8:30 ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഒന്ന് കാണിച്ചിട്ട് ആരിഫ് ഹുസൈനോട് അതിൻ്റെ വിശദീകരണം അല്ലെങ്കിൽ അതൊന്ന് പ്രേക്ഷകർക്കായി വിശദീകരിക്കാൻ ആവശ്യപ്പെടുക. കേണൽ ഡിന്നി ബോഫോസിനെ കുറിച്ച് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലായിരുന്നു ഈ ചർച്ചയിലേക്ക് വരുമ്പോഴത്തേക്ക്. അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഞാനും ഡൽഹിയിലെ ജിഷ്ണു കൃഷ്ണനും ക്യാമറമാൻ ഉണ്ണി കെ വാര്യരും കൂടി ഇങ്ങനെ യാത്ര ചെയ്തിരുന്നു ഈ പറഞ്ഞ മേഖലകളിലൊക്കെ കൂടി. എവിടെ നിന്ന് എങ്ങോട്ടേക്കൊന്നും പറഞ്ഞില്ല. ഞങ്ങളുടെ പിന്നിലൂടെ അന്നത്തെ ലൈവൊക്കെ കണ്ട് പ്രധാനമന്ത്രി വന്നിട്ട് ഈ പറഞ്ഞ US-ൻ്റെ ചില ഇടപെടലുണ്ടല്ലോ, ഇടത്തേക്കെയും വലത്തേക്കെയോ, അതിന് വ്യക്തമായ മറുപടി പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ആദ്യം ANI അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. ആരും വേണ്ട, 2-3 കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. 1, ഇടനിലക്കാർ വേണ്ട. 2, ചർച്ച ഒറ്റ കാര്യത്തിൽ മാത്രം, അതെപ്പോൾ ഇങ്ങ് തിരിച്ചു തരും, പാക് ഓക്കുപൈഡ് ജമ്മു കശ്മീർ. 3, വെള്ളം വേറെ, മറ്റേ എക്സ്പോർട്ട് നിർത്തിയാൽ വെള്ളം അങ്ങോട്ട് തരാം. ആ നദി കടന്നാണ് സാർ ഞങ്ങൾ പോയത്. പഠാൻകോട്ടിൽ നിന്ന് ജമ്മുവിലേക്ക് കയറിയത് രാവി നദി കടന്നാണ്. ആ ജലബോംബെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഒരു പാകിസ്ഥാൻ സെനറ്റർ വിലപിക്കുന്നുണ്ടായിരുന്നു. ആ ജലബോംബ് ഞങ്ങൾ കണ്ടു. ആ പാലത്തിനപ്പുറത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഭാരതപ്പുഴ, മഴയില്ലാത്ത സമയത്ത് ഭാരതപ്പുഴ പോലെയാണ് കിടക്കുക, അങ്ങനെ വറ്റി വരണ്ട, അങ്ങനെ അങ്ങോട്ട് പോകുന്നില്ല, ആഭ്യന്തര കലാപത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ബൊഫോസ് ഒട്ടും മോശമല്ല സർ. കാർഗിൽ യുദ്ധകാലത്ത് നമ്മുടെ നയിച്ചത് ബൊഫോസാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷ്വൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ പിന്നിൽ കൂടി നിരനിരയായി നീങ്ങുന്നുണ്ടായിരുന്നു ബൊഫോസ്. അത് നമുക്ക് പേടിക്കേണ്ടി വന്നില്ല. കേണൽ ഡിന്നി, ബൊഫോസിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. ഇടപാടിനെ കുറിച്ചല്ലേ ചോദ്യങ്ങൾ ഉയർന്നത്. ആ ചോദ്യം ഉയർന്നത് പാളയത്തിൽ നിന്നല്ലേ അല്ലേ? ആരോപണം ആദ്യം ഉന്നയിച്ചത് വലങ്കയായിരുന്ന VP സിംഗ് തന്നെയല്ലേ? കേണൽ ഡിന്നി. തീർച്ചയായിട്ടും പ്രദീപ്, ബൊഫോസിനെ കുറിച്ചോ ബൊഫോസിന്റെ കാപ്പബിലിറ്റിയെ കുറിച്ചോ ആർക്കും ഒരു സംശയം അന്നുമില്ലായിരുന്നു, കാർഗിൽ യുദ്ധ സമയത്തും ഇല്ലായിരുന്നു, ഇന്നുമില്ല. അതിനകത്ത് യാതൊരു സംശയമില്ല. അതൊരു ഹൈലി കാപ്പബിൾ ആയിട്ടുള്ള ഒരു പീരങ്കി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ അതിനെക്കുറിച്ച് അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ശ്രീ പ്രദീപ് പറഞ്ഞ പോലെ VP സിംഗ് ആണ് അത് കൊണ്ടുവന്നത്. അത് നമ്മുടെ പഴയ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ശ്രീ രാജീവ് ഗാന്ധിക്ക് വലിയൊരു വില കൊടുക്കേണ്ടിയും വന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു അഴിമതി നടന്നു എന്നുള്ളത് അവരുടെ തന്നെ ഭാഗത്ത് നിന്ന് വന്ന ഒരു സംഭവമായിരുന്നു. പക്ഷെ അത് ചെയ്ത എന്താന്ന് വെച്ചാൽ ഒരു ഡാമേജ്, അത് പ്രൊഫസർ റോണി സാറിന് അറിയാമായിരിക്കും. അത് ചെയ്തൊരു ഡാമേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ UPA സർക്കാരുണ്ട്, അതിനകത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ AK ആന്റണി സാർ ആയിരുന്നു, അദ്ദേഹമായിരുന്നു നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർ. ഇത്രയും അഴിമതി നടക്കുന്നുണ്ട്. ശ്രീ AK ആന്റണി ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡിസിഷനും എടുക്കാൻ തയ്യാറായില്ല. അത് അദ്ദേഹത്തിന്റെ തന്നെ പല ഫ്ലോർ ഓഫ് ദി ഹൗസിലും പറഞ്ഞിട്ടുണ്ട്. അതെ, ജനറൽ VK സിംഗ് സാറിന്റെ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പോയി പറഞ്ഞു, അതായത് എനിക്ക് ഓഫറുകൾ തരാൻ വേണ്ടി ആളുകൾ വന്നു എന്ന് ഞാൻ ചെന്ന് ശ്രീ AK ആന്റണി അടുത്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം തലയിൽ കൈവച്ച് എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. അപ്പൊ അതിന്റെ പ്രോബ്ലം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ഉദ്ദേശം ഫൈൻ, കറപ്ഷൻ പാടില്ല എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു, അത് ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ വേറൊരു കാര്യം വെച്ചാൽ അത്രയും തന്നെ നമ്മൾ ഒരു ഡീൽ സൈൻ ചെയ്യാത്തതുകൊണ്ട് അത്രയും തന്നെ നമ്മൾ ബാക്കിലോട്ട് പോയി. ഇപ്പൊ ഇന്ന് നമുക്കൊരു കാപ്പബിലിറ്റി വേണമെങ്കിൽ അത് 10 വർഷം മുമ്പ് സൈൻ ചെയ്താൽ മാത്രമേ ഇന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. ഇന്ന് നമ്മൾ ഒരു തീരുമാനം എടുക്കുകയാണ്, നമുക്ക് റഫാലിന്റെ ഒരു സ്ക്വാഡൻ കൂടെ വേണം, അത് 10 വർഷം കഴിഞ്ഞേ വരത്തുള്ളൂ. അവിടാണ് റഫാലിന്റെ 2015-16 എടുത്ത തീരുമാനം കൊണ്ടാണ്, അത് ഇന്റർ ഗവൺമെന്റൽ ഡീലായിരുന്നു. അതായത് പ്രൈം മിനിസ്റ്റർ മോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് തമ്മിൽ നേരിട്ട് സംസാരിച്ച് കൊണ്ടുവന്ന ഡീലായതാണ് നമുക്ക് ഇന്ന് പഹൽഗാം കഴിഞ്ഞിട്ട് നമുക്ക് ആ റഫാൽ ഉപയോഗിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഒരു ഉദാഹരണം ഞാൻ പറയാം. S-400 നമ്മുടെ സുദർശൻ ചക്ര എന്ന് പറഞ്ഞത്, സുദർശൻ ചക്ര എന്ന് പറഞ്ഞ ആ S-400 വാങ്ങിക്കാൻ വേണ്ടി ശ്രീ AK ആന്റണി എടുത്ത് പറഞ്ഞപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഇപ്പോഴും അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു രാഹുൽ കൻവർ എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടറാണ് ശ്രീ AK ആന്റണി എടുത്ത് ചോദിക്കുന്നത് S-400 നമ്മൾ എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല. അപ്പൊ ശ്രീ AK ആന്റണി അന്ന് പറയുകയാണ്, നമുക്ക് അതിനുള്ള ഫണ്ടില്ല, ഈ ബഡ്ജറ്റിൽ നമുക്ക് പൈസ ഇല്ല, അടുത്ത പ്രാവശ്യം നോക്കാന്ന്. അതുകൊണ്ട് എന്ത് പറ്റി, അത്രയും ഡിലേ ആയി. നമ്മൾ 2014-15 പീരീഡിലാണ് S-400 5 ബാറ്ററീസ് വേണം എന്ന് നമ്മൾ തീരുമാനമെടുക്കുകയും അതിന്റെ 3 എണ്ണം വന്നുകൊണ്ടാണ് നമുക്ക് ഇന്ന് പാകിസ്ഥാനിൽ നിന്ന് ഈ ഒരു രീതിയിലേക്കുള്ള ഡ്രോൺസും അവരുടെ മിസൈൽസും ഒക്കെ വരുമ്പോൾ നമുക്ക് തടയാൻ സാധിച്ചത്.
അപ്പൊ പറഞ്ഞു വന്നത് ഒരു പോളിസി പാരലിസിസ്, കറപ്ഷന്റെ പേരിൽ ഒരു പേടി, അത് കാരണം ഒരു ഡിസിഷൻ എടുക്കാതിരുന്നുണ്ട് നമ്മുടെ സായുധ സേനയ്ക്ക് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം ഒരു 10 വർഷം 20 വർഷം ബാക്കിലോട്ട് പോയി. അതൊരു വാസ്തവമാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ നേരത്തെ ശ്രീ പ്രൊഫസർ റോണി പറഞ്ഞത് FATF ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ ആക്കിയത് 2018 UPA പീരീഡിലല്ല, 2018 നമ്മൾ ഗ്രേ ലിസ്റ്റിലാക്കിയത്. 2022 അവർ വീണ്ടും തിരിച്ചു വന്നത്. അതായത് അവർ 27 ഇത് കൊടുത്തിരുന്നു, 27 പാരാമീറ്റേഴ്സ് ഫോളോ ചെയ്യണമെന്ന്. അത് 4 വർഷം കൊണ്ട് അവർ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് 2022 അവരെ കൊണ്ടു. അപ്പൊ 2018 2008 മുംബൈ അറ്റാക്ക് നടന്നിട്ട് 2018 മാത്രമേ നമുക്ക് അവരെ ഗ്രേ ലിസ്റ്റിലോട്ട് ഉണ്ട്. അത് 2014 തൊട്ടുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് 2018 പോയി ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മോസിന്റെ ഡീൽ എനിക്കൊന്ന് നമ്മുടെ അബ്ദുൽ കലാം സാർ ആയിരുന്നു ആദ്യം സൈൻ ചെയ്തത്. 1998 അത് കഴിഞ്ഞിട്ട് NDA സർക്കാർ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്താണ് അതിനൊരു ജോയിന്റ് വെക്ചറായിട്ട് ഫുൾ സ്കെയിലിൽ ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള പുഷ് കിട്ടുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മളെ മുന്നിലുള്ള വസ്തുതയുടെ പേരിലാണ്. ദർ വാസ് ആ ഒരു പീരീഡിൽ, കഴിഞ്ഞ ഒരു ലാസ്റ്റ് ഡെക്കേഡ് എന്ന് പറയുന്ന പോലത്തെ ഒരു ഡെക്കേഡിൽ പല രീതിയിലും തിരിച്ചടി വന്നിട്ട് അതിനകത്ത് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത് ഡിഫൻസ് റിലേറ്റഡ് ആണ്. അതിന്റെ ഏറ്റവും ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നിർത്താം. ബഹുമാനപ്പെട്ട അന്നത്തെ ഡിഫൻസ് മിനിസ്റ്റർ ശ്രീ AK ആന്റണി ഫ്ലോർ ഓഫ് ദി ഹൗസിൽ പറഞ്ഞത്, എന്തുകൊണ്ട് നമ്മൾ ബോർഡേഴ്സിൽ നമ്മൾ റോഡ് കൺസ്ട്രക്ട് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞത്, അത് ഞങ്ങളുടെ ഒരു പോളിസി ഡിസിഷൻ ആണ്. അതായത് ഞങ്ങൾ റോഡ് പണിയാണെങ്കിൽ അത് ചൈനീസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ റോഡ് പണിയാത്തതെന്ന് ഫ്ലോർ ഓഫ് ദി ഹൗസിൽ ശ്രീ AK ആന്റണി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നിന്ന് ഇന്ന് നമ്മൾ റോഡ് മാത്രമല്ല, അവിടെ ബങ്കേഴ്സ് പണിയുന്നുണ്ട്, അവിടെ ഷെൽട്ടേഴ്സ് പണിയുന്നുണ്ട്, ഹെലിപാഡ് പണിയുന്നുണ്ട്, നമുക്ക് മൊബൈൽ ടവേഴ്സ് വന്നിട്ടുണ്ട്, പീരങ്കി, ടാങ്ക്സ്, ഇതെല്ലാം അവിടെ ചെന്നു. അപ്പൊ അതാണ് ആ പോളിസി ഷിഫ്റ്റിന്റെ വ്യത്യാസം. ഒരു സമയത്ത് നമ്മൾ റോഡ് പണിയാൻ ഭയക്കുമായിരുന്നു. ഇന്ന് നമ്മൾ റോഡ് മാത്രമല്ല, നമ്മൾ എയർഫീൽഡും ഹെലിപാഡും എല്ലാം ആ ഏരിയയിലേക്ക് ചെയ്യുന്നു. അപ്പൊ ഡെഫിനറ്റ്ലി അതെനിക്ക് തോന്നുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വെള്ളം ചേർത്ത് സംസാരിക്കുന്നത്, ഇതെല്ലാം ഫാക്ട്സ് ഓൺ ഗ്രൗണ്ട് എന്നാണ് ഞാനിപ്പം പറഞ്ഞിട്ടുള്ളത്. റൈറ്റ്. ഇനി അതിനോടൊപ്പം ഇല്ലാതിരുന്ന ഒന്നുകൂടി ഇന്നുണ്ട്. ഒരുപാട് സൈനിക ഓഫീസർമാരെ സംസാരിക്കാൻ കഴിഞ്ഞു, ഒരുപാട് പേര്. അതിലൊരാൾ പങ്കുവച്ചൊരു വേദനയെന്ന് പറയുന്നത് കേരളത്തിൽ അർഹിക്കുന്ന അംഗീകാരമോ ബഹുമാനമോ കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, പലപ്പോഴും അപമാനിക്കപ്പെടുന്നു എന്ന്, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും പിന്നെ ഈ രാഷ്ട്രീയവും ഇൻ്റലക്റ്റും ഒക്കെ കണ്ടുപിടിച്ച ചില വിദഗ്ധന്മാരുടെ ഇടയിലുമൊക്കെ സൈന്യത്തെ അപഹസിക്കുക എന്നുള്ളത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് 2 കാര്യങ്ങൾ ചെയ്താൽ മതി. നമുക്ക് ഈ ഭൂപടം ഒന്നെടുത്ത് തിരിച്ചു വയ്ക്കാം. പാകിസ്ഥാൻ്റെ അടുത്തേക്ക് നമുക്ക് കേരളത്തെ കൊണ്ടൊരു 2-3 മാസം സ്ഥാപിച്ചു കഴിഞ്ഞാൽ മാറാവുന്നതേ ഉള്ളൂ. അങ്ങ് താഴെ തട്ടിലിരുന്ന് ഈ മഞ്ഞുമലയിലും മണലാരണ്യത്തിലും ഈ പർവ്വതത്തിലും എന്നോ വരുന്ന അവലാഞ്ചിൻ്റെ ഭീഷണിയിലുമൊക്കെ കയറിയിറങ്ങി സൈനികൻ ജീവൻ പണയം വെച്ചിട്ട് നിങ്ങൾക്ക് തരുന്ന സുരക്ഷിത ബോധം കൊണ്ട് അതിൻ്റെ കരുത്തിലിരുന്നിട്ടാണ് നിങ്ങൾ തിണ്ണമെടുക്ക് കാട്ടുന്നതെന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തോട് പറയാൻ വന്നതല്ല, ഈ അക്വിസിഷൻ, ഈ എക്വിപ്മെൻറ്റ്, ഈ ടെക്നോളജിക്കൊക്കെ പുറമേ മറ്റൊരു വലിയ സാധനം കൊടുത്തിട്ടുണ്ട്. മോറൽ കറേജ്, മൊറാൽ. അടിച്ചാൽ തിരിച്ചടിക്കട എന്ന് പറയുന്ന, ജയ്ഹിന്ദ് എന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെടുന്ന സൈനികന് കൊടുക്കുന്നൊരു ഊർജമുണ്ടല്ലോ, ആത്മവിശ്വാസമുണ്ടല്ലോ, ആത്മധൈര്യം, അതുകൂടിയുണ്ട്. അതും ഒരു മാറ്റമാണ്. ജനങ്ങയിലേക്ക് വരാം. ജോസഫ് സാർ, ഇവിടെ US കുറിച്ച് റോണി സാർ ഒരു കാര്യം പറഞ്ഞു. US ഒരു കൈ കൊണ്ട് ഭാരതത്തെ തലോടുന്നു, മറുകൈ കൊണ്ട് പാകിസ്ഥാനെ തലോടുന്നു. US നമ്മളെ ഇങ്ങനെ ഏറ്റെടുത്ത്, നമ്മളെ തീറ്റിപ്പോറ്റി, നമുക്ക് ആയുധങ്ങൾ തന്ന് നമ്മളെ അങ്ങ് കൊണ്ടുപോകുമെന്നുള്ള മിഥ്യാധാരണയൊന്നും ഈ സർക്കാരിനില്ല. US എന്ന് പറഞ്ഞാൽ പേടിക്കുമെന്ന് അങ്ങ് കരുതണ്ട. അത് വ്യക്തമായ ഭാഷയിൽ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയവും പ്രധാനമന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, US കണ്ണുരുട്ടിയപ്പോൾ ഭാരതം വി ഡിഡ് നോട്ട് ഫ്ലിഞ്ച്. US വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മുന്നോട്ട് പോയി പല ഡീലുകളുമായിട്ടും. പിന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ജോലി ചെയ്യുന്നത് ഭാരതത്തിന് വേണ്ടിയിട്ടല്ല സർ. അദ്ദേഹം അവിടെ ബാധിച്ച് ജയിച്ചത് അദ്ദേഹത്തെ, അമേരിക്കയെ പിന്നെയും ഗ്രേറ്റ് ആക്കാന്ന് പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പണി ചെയ്യട്ടെ. പക്ഷേ അത് അവിടെ മുട്ടുമടക്കി, പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന, അവിടെ കണ്ണുരുട്ടുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു ഭരണകൂടമല്ല നിലവിലുള്ളത്. ജോസഫ് സാർ, വിഷയത്തിലേക്ക് വരാം. US നമ്മളങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിച്ചു എന്നങ്ങ് കരുതുന്നുണ്ടോ? US തിരുത്തേണ്ടപ്പോൾ നമ്മൾ തിരുത്തിയില്ലേ? ടാരിഫ് എന്ന് പറഞ്ഞ് പേടിച്ചപ്പോൾ കൗണ്ടർ താരിഫ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇപ്പോൾ പറയുന്ന ഏതാണെന്ന് തോന്നും പറ്റും US ഒരു സബ്സിഡിയറിയാണ് ഭാരതം എന്നും ട്രംപിൻ്റെ ബ്രാഞ്ചാണ് മോദിജി എന്നും ഉള്ള മട്ടിലാണ് ഈ കോൺഗ്രസ് സംസാരിക്കുന്നത്. അങ്ങനെയല്ല സർ. പ്രൊഫസർ ജോസഫ്,
നമ്മൾ ട്രംപിൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ഒന്ന്, ഇവിടെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനവുമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് അധികാരത്തിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുക എന്ന് പറയുന്നതിന് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു പോളിസി എന്ന് പറയുന്നത് ഈ ഒരു ട്രാൻസാക്ഷനിസ്റ്റ് പോളിസിയാണ്. ഈ ട്രാൻസാക്ഷനിസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രം ഗുണം കിട്ടണം, മറ്റുള്ളവർക്ക് ഗുണം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എൻ്റെ വിഷയമല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസിയുടെ പ്രത്യേകത. അതിനെ നമ്മൾ വളരെ ഈ ലോകത്തൊട്ടാകെ അതിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള റെസ്പോൺസ് വന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം അതിനകത്ത് പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നത് മാത്രമല്ല, അദ്ദേഹത്തിന് നമുക്കറിയാം അമേരിക്കയിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വളരെ വലിയ ഭൂരിപക്ഷം കിട്ടി. അമേരിക്കൻ പാർലമെൻറ്റിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷം കിട്ടി. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാരെല്ലാം അദ്ദേഹം പറയുന്നത് അതുപോലെ വിശ്വസിക്കുന്നവരാണ്. കോടതി പോലും അദ്ദേഹത്തോട് ആഭിമുഖ്യം പുലർത്തുന്നതാണ് എന്നുള്ളൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ലോകത്തൊട്ടാകെയുള്ള രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിന് ഒരു തടസ്സവുമില്ല. വേണമെങ്കിൽ നമ്മൾ പലതവണ പറഞ്ഞതുപോലെ കാനഡയെ അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റാക്കി മാറ്റാം, പനാമയെ വേണമെങ്കിൽ പിടിച്ചെടുക്കാം, ഗ്രീൻലാൻഡിനെ വേണമെങ്കിൽ പിടിച്ചെടുക്കാം. ഈ മാതിരിയുള്ള പ്രഖ്യാപനങ്ങൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന് ഉള്ള ഈ അമിതമായ ആത്മവിശ്വാസം മൂലം അദ്ദേഹം പറഞ്ഞു, ഞാൻ അധികാരത്തിൽ വന്നാൽ, ചിലപ്പോൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കും, റഷ്യ ഉക്രൈൻ യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് അവസാനിപ്പിക്കും. ഈ മാതിരിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നതിന് യാതൊരു മടിയുമുള്ള ആളല്ല. അങ്ങനെ മാത്രം നമ്മൾ വാസ്തവത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ 2010 ഇപ്പോൾ ഈ മെയ് മാസം 10-ാം തീയതി അവസാനിച്ചു എന്ന് നമ്മുടെ രാജ്യം പറയുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇതിനകത്തുനിന്നൊരു നമ്മൾ പറയും ബ്രൗണി പോയിന്റ് സ്കോർ ചെയ്യുക. ഞാൻ ആദ്യം ഈ കാര്യങ്ങൾ നടത്തി വിജയിച്ചിരിക്കുന്നു എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ട്രംപിൻ്റെ മറ്റൊരു ശ്രമമായി മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. കാരണം വെച്ചാൽ ഇത് വാസ്തവത്തിൽ നമ്മളെ സഹായിക്കുകയല്ല ട്രംപ് ഇതിലൂടെ ചെയ്തത്. നമ്മൾ വളരെ 10-20 വർഷമായി പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുന്ന ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഈ ഹൈഫണേഷൻ എന്ന് പറയുന്ന കാര്യത്തിനെതിരായി നമ്മൾ വളരെ ബോധപൂർവമായി നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു ദരിദ്ര രാജ്യമാണ് എന്നും ഒരു ടെററിസ്റ്റ് രാജ്യമാണെന്നും ഒരു റോഗ് തെമ്മാടി രാഷ്ട്രമാണ് എന്നും അതുമായി ഇന്ത്യയെ താരതമ്യം ചെയ്യാൻ ഒരു കാരണവശാലും കഴിയില്ല എന്ന് മൂന്നാമത്തെ സാമ്പത്തിക രാജ്യമായി ശക്തിയായി മാറുന്ന ഇന്ത്യ, മൂന്നാമത്തെ സൈനിക ശക്തിയായി മാറുന്ന ഇന്ത്യ, ഐക്യരാഷ്ട്ര സുരക്ഷാ കൗൺസിലിൽ പോയി അംഗത്വം ലഭിക്കാൻ അർഹതയുണ്ടെന്ന് പറയുന്ന ഇന്ത്യ അവിടെ കിടക്കുന്നു. ഈ സാമ്പത്തികമായി തകർന്നു കിടക്കുന്ന, സൈനികമായി തകർന്നു കിടക്കുന്ന, സാമൂഹ്യമായി തകർന്നു കിടക്കുന്ന, രാഷ്ട്രീയമായി തകർന്നു കിടക്കുന്ന ഒരു രാജ്യവുമായി താരതമ്യം ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറയുകയും നമ്മൾ നിരന്തരമായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ രാജ്യം എന്ന് പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഒരു പ്രത്യയശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന രാജ്യമാണ്. ബാക്കിയുള്ള രാജ്യങ്ങളെല്ലാം അവരുടെ രാജ്യം വികസിക്കണം, വളരണം, ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണം, മുന്നോട്ട് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഒരു പ്രത്യയശാസ്ത്രം മാത്രമേ ഉള്ളൂ. അത് ഇന്ത്യ വിരുദ്ധത എന്ന പ്രത്യയശാസ്ത്രമാണ്. ആ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രത്തിന് അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പ്രോക്സി യുദ്ധത്തിലൂടെയാണ്. അവർ വളർത്തിവിടുന്ന, പരിശീലിപ്പിച്ചു വിടുന്ന ഭീകരന്മാരിലൂടെയാണ് അവർ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. ആ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ആരാണ്? ആ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് അവിടുത്തെ പട്ടാളമാണ്. കാരണം നമുക്കറിയാം അവിടുത്തെ രാഷ്ട്രത്തിലെ രാഷ്ട്രീയ പാർട്ടികൾക്കോ സിവിലിയൻ ഭരണകൂടത്തിനോ അവിടുത്തെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നത് യാതൊരു പങ്കുമില്ല. അതിൻ്റെ ഏറ്റവും അവസാന തെളിവാണ്, അതായത് പാകിസ്ഥാനെ ഈ ചതിക്കുഴിയിൽ കൊണ്ടുചെന്നിട്ട അസിം മുനീർ എന്ന് പറയുന്ന സൈനിക മേധാവിയെ ഫീൽഡ് മാർഷലാക്കി ഉയർത്തിയിരിക്കുകയാണ്. ആ ഫീൽഡ് മാർഷൽ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം സാമ്പത്തികമായി തകർന്നു നിൽക്കുമ്പോൾ, രാഷ്ട്രീയമായി ഭിന്നിച്ച് നിൽക്കുമ്പോൾ ആ രാജ്യത്തെ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ രാജ്യത്ത് വിഭജനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ബോധപൂർവമായി നടത്തിയ ആക്രമണത്തിലൂടെ 1ാം ക്ലാസ് തിരിച്ചടി കിട്ടി ആ രാജ്യത്തിന്. അങ്ങനെയുള്ള രാജ്യം തിരിച്ചടി കിട്ടി കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത്? ആ അദ്ദേഹത്തെ ഫീൽഡ് മാർഷലാക്കി. ആരാ ഫീൽഡ് മാർഷലാക്കിയത്? അവിടുത്തെ സിവിലിയൻ ഭരണകൂടമല്ല, അദ്ദേഹം തന്നെ അദ്ദേഹത്തെ ഫീൽഡ് മാർഷലാക്കിയതാണ്. അപ്പോൾ ഇതിനെ പരാമർശിച്ചുകൊണ്ട് ഇമ്രാൻഖാൻ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇദ്ദേഹത്തെ ഫീൽഡ് മാർഷൽ ആക്കുകയല്ല വേണ്ടിയിരുന്നത്, പാകിസ്ഥാന്റെ രാജാവാക്കുകയായിരുന്നു വേണ്ടിയിരുന്നതെന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒരു രാജാവിനെ പോലെ, ഒരു ചക്രവർത്തിയെ പോലെ പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ സ്വേച്ഛാപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തം കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ കസേര ഉറപ്പിച്ച് നിർത്തിക്കൊണ്ട് 5-10 വർഷം പാകിസ്ഥാനിൽ ഭരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് അസിം മുനീറിൻ്റെ. ഈ അസിം മുനീറിൻ്റെ പദ്ധതിയെ വാസ്തവത്തിൽ, അതായത് നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നിരപരാധികളായിട്ടുള്ള ജനങ്ങളെ 26 പേരെ, അതിൽ 25 പേരെ അവരുടെ മതം നോക്കി കൊന്ന
ഒരു ഭരണകൂടത്തിൻ്റെ ഭരണകൂടത്തെ, ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ അവർ വേട്ടക്കാരും നമ്മൾ ഈ കാര്യത്തിൽ ഇരകളുമാണ്. ആ ഇരകളായിട്ടുള്ള നമ്മളെയും വേട്ടക്കാരായിട്ടുള്ള പാകിസ്ഥാനെയും ഒന്നായിട്ട് കണ്ടുകൊണ്ട് ഒരു ഫ്രെയിംവർക്കിനകത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിങ്ങൾ രണ്ടും കൂടി ചർച്ച ചെയ്യണം, നിങ്ങൾ രണ്ടും കൂടി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുമായിട്ട് വ്യാപാരത്തിൽ ഇടപെടില്ല എന്ന് പറയാനുള്ള ഒരു എന്താ പറയുന്നത് ഒരു ഭോഷ്ക് എന്നാ ഞാൻ അതിനെ പറയുന്നുള്ളൂ. കാരണം എന്താണ്, അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഈ നമ്മൾ ആഗോള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വാസ്തവത്തിൽ ഒരു ശക്തിയല്ല. കാരണം അവർക്ക് നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം, ഇന്ത്യയും അമേരിക്കയും വളരെ പ്രധാനപ്പെട്ട രണ്ട് തന്ത്രപ്രാധാന്യമുള്ള ശക്തികളാണ്. അതായത് അമേരിക്കയുടെ ഏഷ്യയിലെ പദ്ധതികൾക്ക് ഏറ്റവും അധികം പിന്തുണ കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമുക്കറിയാം, അമേരിക്കയും ചൈനയും തമ്മിലുള്ള സംഘർഷത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഇന്ത്യയെ ഈ സംഘർഷത്തിൽ, അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം നമുക്കെതിരായി നടത്തിയ നീചമായ ആക്രമണത്തെ വിമർശിക്കാതെ അല്ലെങ്കിൽ തിരുത്താതെ അല്ലെങ്കിൽ തടയാതെ ഇവരെ രണ്ടുപേരും കൂടെ നമുക്കറിയാം, നമ്മൾ ആദ്യം കാണേണ്ട കാര്യമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റിനോട് ചോദിച്ചു, ഇന്ത്യയും പാകിസ്ഥാനും നടക്കുന്ന സംഘർഷങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അവരുടെ അമേരിക്കൻ പ്രസിഡന്റിന്റെ വിമാനത്തിൽ നിന്ന് പറഞ്ഞത്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 1500 വർഷം മുമ്പ് നടക്കുന്ന സംഘർഷമാണ്, അത് അവർ തീർത്തുകൊള്ളും. മാർക്കോ റൂബിയോ പറഞ്ഞു, അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല. അവിടുത്തെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, അദ്ദേഹം ഈ സംഘർഷം നടക്കുമ്പോൾ ഇന്ത്യയിലുണ്ട്. അപ്പം നമ്മുടെ ആളുകളെ മതം നോക്കി പുരുഷന്മാരെ അവരുടെ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ച് ക്രൂരമായി കൊന്നു എന്ന കാര്യം ഉടൻ തന്നെ അമേരിക്കൻ ഭരണകൂടത്തെ അറിയിക്കേണ്ട ഉത്തരവാദിത്തമുള്ള JD വാൻസ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമില്ല എന്ന് പറയാൻ എന്താ അർത്ഥം? ഇന്ത്യ അമേരിക്കയോട് ഇത്രയധികം സൗഹൃദം പുലർത്തുന്ന രാജ്യം, ഇത്രയധികം വ്യാപാരങ്ങൾ നടത്തുന്ന രാജ്യം, അങ്ങനെ വ്യാപാരം നടത്തുന്ന രാജ്യത്തിനെതിരായി ഒരു രാജ്യം, അയൽ രാജ്യം ഭീകരതയുടെ തലസ്ഥാനമാണെന്ന് വേറെ ആർക്കും അറിഞ്ഞുകൂടാങ്കിലും അമേരിക്ക നല്ലതുപോലെ അറിയാം. ആ അമേരിക്ക നമ്മളെയും പാകിസ്ഥാനെയും ഒരു ചരടിലേക്ക് കോർത്തിക്കെട്ടാൻ വേണ്ടി നടത്തിയ വളരെ മോശപ്പെട്ട, വളരെ തെറ്റായ സമീപനമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, അങ്ങനെ ഒരു ശ്രമം കൂടി നടത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രതിനിധി സംഘത്തെ അമേരിക്കയിൽ ഉൾപ്പെടെ അയക്കേണ്ടി വന്നത്. കാരണം അമേരിക്കൻ ഭരണകൂടത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വമുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയെ പറഞ്ഞ പോലെ ഒരു തെമ്മാടി രാഷ്ട്രമാണ്, ഒരു ഭീകര രാഷ്ട്രമാണ്, ഒരു പരാജയപ്പെട്ട രാഷ്ട്രമാണ്, ഒരു ദരിദ്ര രാഷ്ട്രമാണ്. ആ രാജ്യത്ത് ബലൂചിസ്ഥാൻ അവിടെ നിന്ന് വേർപെട്ടു പോയാൽ അത്ഭുതപ്പെടാനില്ല, ഖൈബർ പഖ്തൂൺ വേർപെട്ടു പോയാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ആ തരത്തിൽ ഭിന്നിച്ചു നിൽക്കുന്ന, പട്ടാളത്തിനെതിരായിട്ട് ജനങ്ങൾ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്ന ഒരു രാജ്യമായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ള രാജ്യം അവിടുത്തെ പട്ടാളത്തിൻ്റെ പിന്നിൽ ജനങ്ങളെ അണിനിരത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ആക്രമണമാണ് പഹൽഗാമിലെ ആക്രമണം. ആ പഹൽഗാമിലെ ആക്രമണത്തിലൂടെ ഇന്ത്യയും പാകിസ്ഥാനും നേർക്കുനേർ വന്നപ്പോൾ അതിന് പാകിസ്ഥാനോട് പറയണം. നമുക്കറിയാം, 1999 കാർഗിൽ യുദ്ധം നടന്നപ്പോൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ പർവേസ് മുഷറഫിനെയും വിളിച്ച് അവിടുത്തെ നവാസ് ഷെരീഫിനെ അമേരിക്കയിലേക്ക് വിളിച്ചു. നവാസ് ഷെരീഫിനെ അമേരിക്കയിലേക്ക് വിളിച്ച് പറഞ്ഞു, ഈ യുദ്ധം ഉടൻ അവസാനിപ്പിച്ചുകൊള്ളണമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആർജവമുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ അമേരിക്കയോട് ഏറ്റവും അധികം അന്ന് ക്ലിന്റൺ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ശക്തമായ സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പ് ഇന്ന് ഇന്ത്യ-US റിലേഷൻ ഉണ്ട്. അങ്ങനെയുള്ള രാജ്യത്തെ, ചൈനയെ എതിർക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ പദ്ധതി അനുകൂലിക്കുന്ന ഇന്ത്യയെ പാകിസ്ഥാനെയും ഒരു ചരടിലേക്ക് കോർത്തിക്കെട്ടുന്ന വളരെ തെറ്റായ ഒരു തീരുമാനത്തിലേക്കാണ് ട്രംപ് വന്നത്. അതുകൊണ്ട് തന്നെ ട്രംപിന് വളരെ കൃത്യമായി നമ്മൾ മറുപടി പറഞ്ഞു, നമുക്ക് പ്രശ്നമുണ്ട്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ തീർക്കും. ഇന്ത്യയും ചൈനയും തമ്മിൽ പ്രശ്നമുണ്ട്, അത് ഞങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കും എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ട്. എന്ന് മാത്രമല്ല, നമ്മൾ കാണേണ്ട കാര്യം, 2 കരാറുകൾ 1960 ഉണ്ടാക്കിയ ഈ സിന്ധു നദീജല കരാർ, 1972 ഉണ്ടാക്കിയ സിംല കരാർ, ഈ 2 കരാറിൽ എന്താണ് പാകിസ്ഥാൻ ചെയ്തിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു, ഇന്ന് നമ്മുടെ ഹരീഷ് പറഞ്ഞു, ഐക്യരാഷ്ട്ര സംഘടനയെ പറഞ്ഞു, ഇന്ത്യ സിന്ധു നദീജല കരാർ ഉണ്ടാക്കിയതിൻ്റെ ആമുഖത്തിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമുണ്ട്. ആ വാചകം എന്ന് പറയുന്നത്, നമ്മൾ ഇൻ സ്പിരിറ്റ് ഓഫ് ഗുഡ് വിൽ ആൻഡ് ഫ്രണ്ട്ഷിപ്പ്, ഈ ഗുഡ്വില്ലും ഫ്രണ്ട്ഷിപ്പിന്റെയും അടിസ്ഥാനത്തിലാണ് സിന്ധു നദീജല കരാർ ഞങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ത് ഗുഡ്വില്ലാണ് പാകിസ്ഥാൻ അതിനുശേഷം കാണിച്ചത്? എന്ത് ഫ്രണ്ട്ഷിപ്പാണ് അതിനുശേഷം കാണിച്ചത്? ഒരു ഗുഡ്വില്ലുമില്ല, ഒരു ഫ്രണ്ട്ഷിപ്പുമില്ല. അങ്ങനെ ഗുഡ്വില്ലിന്റെയും ഫ്രണ്ട്ഷിപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള ഉണ്ടാക്കിയ സിന്ധു നദീജല കരാർ നമ്മൾ പാലിക്കാൻ ഇതിന്റെ കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇങ്ങനെ, അതായത് ഗുഡ്വില്ലുമില്ല, ഫ്രണ്ട്ഷിപ്പുമില്ല. സിംല കരാറിൽ നമ്മൾ പറഞ്ഞു LOC ഞങ്ങൾ സമാധാനപരമായി കാത്തുസൂക്ഷിക്കും. ഇന്നിവിടെ വാർത്തയിൽ പറഞ്ഞല്ലോ, 2 കുട്ടികളെ, 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഇന്ന് വെടിവെച്ച് കൊന്നിരിക്കുകയാണ് നമ്മുടെ അതിർത്തിയിൽ. ആരോടാണ് ഇവർക്ക് സ്നേഹം? മനുഷ്യരോട് സ്നേഹമുണ്ടോ? അപ്പോൾ അതൊന്ന്. 2, കാശ്മീർ വിഷയം ഞങ്ങൾ സമാധാനപരമായി തീർക്കും. കാശ്മീർ വിഷയം സമാധാനപരമായി തീർക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 1990 മുതലെങ്കിലും. എന്ന് പറയാൻ അർത്ഥം
അതായത് മേഖലയിൽ സമാധാനത്തെ ഇല്ലാതാക്കി സമാധാനത്തെ തകർത്തുകൊണ്ട്, എന്നാൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, ഞങ്ങൾക്ക് സിന്ധു നദീ ജലം വേണം, ഞങ്ങൾക്ക് പിന്നെന്താണ് പറയുന്നത് അമേരിക്കയുടെ സഹായം വേണം, മറ്റുള്ളവരുടെ സഹായം വേണം എന്ന് പറയുകയും ചെയ്യുന്ന വളരെ പിന്നെന്താണ് സത്യവിരുദ്ധമായ, സമാധാന വിരുദ്ധമായ, ഭീകരത നിറഞ്ഞ കാഴ്ചപ്പാടാണ് പാകിസ്ഥാൻ പുലർത്തുന്നത്. അവിടെ പാകിസ്ഥാൻ അവർക്കൊരു പിന്തുണയുമായി വന്നത് വാസ്തവത്തിൽ എന്താ പറയുന്നത് ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളിൽ വാസ്തവത്തിൽ ഒരു വളരെ മോശപ്പെട്ട ഒരു സംഭവമായി നമ്മൾ പരിഗണിക്കേണ്ടതാണ്. റൈറ്റ്, ഞാൻ അങ്ങയിലേക്ക് തിരികെ എത്താം. നമ്മൾ ആ രാവി നദിയുടെ ദൃശ്യങ്ങളും കാണാം. സമയം ഒരല്പം അതിക്രമിച്ചു, ചെറിയൊരു ഇടവേള വേണം. അതിനുശേഷം ഡോക്ടർ ആരിഫ് ഹുസൈനു വേണ്ടിയിട്ടുള്ള ആ സൗണ്ട് ബൈറ്റും നമുക്ക് അതിൻ്റെ വിശകലനവുമാണ്. ഇസ്ലാമിക വിശ്വാസികൾ നിർബന്ധമായി കാണണം, കാണാത്തവരെ വിളിച്ചു കാണണം. ഒന്നിക്കൻ്റെ ഭീകരതയ്ക്കെതിരെ ലോകരാഷ്ട്രങ്ങൾ എഡിറ്റേഴ്സ് ചോയ്സ് അതിൻ്റെ അവസാന ക്വാർട്ടറിലേക്ക് കടക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സൗണ്ട് ബൈറ്റ് ഒന്ന് കേൾക്കാം. ബഹ്റൈനാണ് വേദി, അസദുദ്ദീൻ ഒവൈസിയാണ് സംസാരിക്കുന്നത്. ഡോക്ടർ ആരിഫ് ഹുസൈനും മറ്റുള്ളവർക്കായി അതൊന്ന് പ്ലേ ചെയ്യും. And in our opinion, there is no difference between these terrorist organizations in Pakistan and the ISIS Takfiri ideology. This we must remember. This is a menace to the whole humankind, and we have to put an end to it, because they have used religion to justify killing of people. And the whole world knows that killing of one innocent person, the Quran has not said killing of one innocent Muslim, it said killing of one innocent person is like killing of whole humankind. ഡോക്ടർ ആരിഫ് ഹുസൈൻ, തക്ഫീരി ഐഡിയോളജി, ഇതാണ് റോണി കെ ബേബി സാർ പറഞ്ഞത്. പറയാൻ അറിയുന്നവരെ പറയേണ്ട രീതിയിൽ, പറയാൻ അറിയുന്നവരെ പറയേണ്ട ഇടത്തേക്ക് പറഞ്ഞയച്ചു എന്നുള്ളത് ബഹ്റൈനിൽ പറഞ്ഞതാണ്. ഡോക്ടർ ആരിഫ് ഹുസൈൻ, അങ്ങ് പറയും. ഒവൈസി പോലുള്ള ആളുകളെ ഈ ഒരു ഡെലിഗേഷൻ്റെ ഭാഗമായിട്ട് വിട്ടതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അത് വളരെ നന്നായി തന്നെയാണ് ഞാൻ പറയുള്ളൂ. അത് മാത്രമല്ല, ഇതുപോലെയുള്ള വ്യക്തികൾക്ക് ഇനിയും ഇതുപോലെ കൂടുതൽ സാധ്യത കണ്ടെത്തി അത് കൊടുക്കണം. മെയിൻ സ്ട്രീം പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് നിലനിൽക്കാനുള്ള അവർക്കുള്ള അവസരം ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ഐഡൻറ്റിറ്റി പൊളിറ്റിക്സിൽ നിന്ന് മുസ്ലിങ്ങളെ പുറത്ത് കൊണ്ടുവരികയാണ് വേണ്ടത് എന്നതാണ് നമ്മളുടെ മുന്നേ ഉള്ള പൊസിഷൻ. പിന്നെ ഇതിൽ ഇദ്ദേഹം പറഞ്ഞ വിഷയം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ന്യൂആൻസസ് നോക്കിയിട്ട് അതിനകത്ത് ഇഴകീറി പരിശോധിച്ച് ഇപ്പോൾ അതിനകത്ത് ആ പറഞ്ഞതിൽ തെറ്റുണ്ട് എന്ന് സ്ഥാപിക്കേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. കാരണം അതിൽ തെറ്റുണ്ട്. അത് അദ്ദേഹം കോട്ട് ചെയ്ത ചില സംഗതികളുടെ ഭാഗമായിക്കൊണ്ടാണ്. പക്ഷേ അത് പറയാതിരുന്നാൽ ശരിയാവുമോ എന്നുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ഒരു ഡിലേമ എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനൊരു ചെറിയൊരു സൂചന മാത്രം പറയുകയാണ്. അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ മതഗ്രന്ഥങ്ങളിൽ നമുക്ക് പലതും കാണാൻ കഴിയും. അത് നമ്മൾ എടുക്കുന്നു, നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കുന്നു. ഇത് എല്ലാ മതങ്ങളിൽ നിന്നും എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെയും ഇദ്ദേഹം അത് ചെയ്യുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന സംഗതി ഇത് സമാധാനം കാക്ഷിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതും ഈ രീതിയിൽ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രം അപ്ലിക്കബിൾ ആകുന്ന ഒരു സാധനമായിരിക്കെ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ കുഴപ്പം, ഇത് ഒറിജിനൽ ഈ തക്ഫീറി ഐഡിയോളജി കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ ഐസിസിനെ പോലെയുള്ള കൂട്ടങ്ങൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരിതിൻ്റെ കോണ്ടെക്സ്റ്റ് അടക്കമാണ് എടുക്കുക എന്നതുകൊണ്ട് അവർ ഈ സംഗതി എടുക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ഒരാളെ കൊന്നാലും അതെല്ലാവരെയും കൊന്ന മാതിരി എന്ന് ഇപ്പോൾ ഇവിടെ ഇദ്ദേഹത്തിന് ഒവൈസിക്ക് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇത് ഡീപ്പായിട്ട് പഠിച്ച ഐസിസ് പോലെയുള്ള ആളുകൾക്ക് അത് ഒരിക്കലും അത് എടുക്കാൻ കഴിയില്ല. കാരണം എന്താണ്, അവരതിൻ്റെ കോണ്ടെക്സ്റ്റ് ഉൾപ്പെടെയാണ് എടുക്കുക. അതിൻ്റെ കോണ്ടെക്സ്റ്റൽ ആയിട്ട് നമ്മളത് എടുത്തു കഴിഞ്ഞതിൻ്റെ അർത്ഥം അങ്ങനെയല്ല. അതാണ് അതിൻ്റെ കുഴപ്പം. അവിടെ അവർ എടുക്കുമ്പോൾ അതിൻ്റെ ബാക്കിയുള്ളത് എടുക്കും, അതിന് മുകളിലുള്ളതൊക്കെ എടുക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമുക്കുള്ള ചില നിയമങ്ങൾ അവിടെ ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ കൊല്ലുന്നത്. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നുകൊണ്ട് ഈ മതത്തിൻ്റെ കാര്യങ്ങളെ മാറ്റി എഴുതാനുള്ള ഒരു അവസരം അത് സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ, അത് മുസ്ലിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ, നമ്മളെപ്പോലുള്ള ഈ എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റുകൾക്കൊന്നും പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതില്ലാത്തതുകൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ പേരെഴുതി ഒട്ടിച്ച് നടക്കേണ്ടി വന്നത്. എല്ലാവരും അങ്ങനെ ആകട്ടെ, വളരെ പെട്ടെന്ന് അങ്ങനെ ആകട്ടെ, ഇതുപോലുള്ള എക്സ് മുസ്ലിം സംഘടനകളൊക്കെ പിരിച്ചുവിടപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അതിനോട് തൽക്കാലം അങ്ങ് യോജിക്കുന്നു. എന്നിരുന്നാലും ഇവിടെ ആകത്തുക എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്വാസപരമായിട്ടുള്ള നിലനിൽപ്പ് എന്ന് പറയുന്നതിൽ ഇന്ത്യൻ
നെസ് എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ ഒരു ഭാരതീയത എന്ന് പറയുന്ന ഒരു സങ്കല്പം നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ ലൂസ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് ആണ്. ഏത് നിമിഷം വേണമെങ്കിലും ശരിയ ഭരണങ്ങൾക്ക് അല്ലെങ്കിൽ ശരിയ ആവശ്യങ്ങൾക്ക് വഴിപ്പെടാനുള്ള ഒരു വഴി എപ്പോഴും അവിടെ തുറന്നിടുന്നത് നമുക്ക് കാണുക, അല്ലെങ്കിൽ അത് അവിടെ നിലനിൽക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ടാണ് വഖഫ് വിഷയം വരുമ്പോൾ അല്ലെങ്കിൽ യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം വരുമ്പോൾ അവിടെ എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് വരും. സെക്യുലർ നിയമങ്ങൾ വേഴ്സസ് ഇസ്ലാമിക നിയമങ്ങൾ എന്ന് വരുന്നിടത്ത് അവിടെ എപ്പോഴും ആരിഫ് ഹുസൈൻ, ഞാനൊന്ന് ഇടപെട്ടോട്ടെ. കാര്യം സമയം അതിക്രമിക്കുകയാണ്. ഒരു പക്ഷേ വീണ്ടും അതിലേക്ക് വരാൻ കഴിയാത്തതുകൊണ്ട് ഒരു ചോദ്യം കൂട്ടിച്ചേർക്കുന്നു. അങ്ങയുടെ ശ്രദ്ധ UK ലണ്ടനിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നവിടെ കാണുകയല്ലേ ലണ്ടനിൽ? അതെ 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 അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ വളരെ ലൂസായിട്ടുള്ള ഒരു കണക്ഷനാണ് അത്. ആ ബോണ്ടിങ് അത് സ്ട്രോങ് ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇത്തരത്തിലുള്ള ചില സാഹചര്യങ്ങളുടെ ആ ഒരു ബലത്തിൽ അതിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ട് ഒരു നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്ന ഒരു വിഷയത്തോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടെ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഒവൈസിയെ പോലെയൊക്കെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഒമർ അബ്ദുള്ള ഏറ്റവും മികച്ച ഉദാഹരണം. ഒവൈസിയേക്കാൾ മികച്ച ഉദാഹരണമായിട്ട് ഞാൻ കാണുന്ന ഒരു വ്യക്തിയാണ് ഒമർ അബ്ദുള്ള. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം തൻ്റെ പൊളിറ്റിക്സും തൻ്റെ ആവശ്യങ്ങൾ, ആർട്ടിക്കിൾ 370 സംബന്ധിച്ചുള്ള ആവശ്യങ്ങൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിലനിന്ന ആ ഒരു നിൽപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൈൽ സ്റ്റോൺ ആണെന്നാണ് ഞാൻ പറയാം. അത് കാശ്മീരികളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞോളൂ. അതിനിടയ്ക്ക് അവിടെ കണ്ടൊരു കാഴ്ച, നേരത്തെ ജോസഫ് സാർ പറഞ്ഞല്ലോ, ഫീൽഡ് മാർഷൽ പദവി കൊടുത്തയാൾ ബങ്കറിലും മറ്റ് പ്രധാനമന്ത്രി ഉറങ്ങുകയായിരുന്നു, നീന്തുകയായിരുന്നു എന്നുള്ളതിൽ ഇപ്പോഴും ക്ലാരിറ്റി വന്നിട്ടില്ല. വെളുപ്പിന് ഇത് ഇടിവെട്ടി എന്ന് പറയുന്നുള്ള വാർത്ത വന്നപ്പോൾ. പക്ഷേ ഒമർ അബ്ദുള്ള നെഞ്ചുവിരിച്ച് ആക്രമിക്കപ്പെട്ട മേഖലകളിലൂടെ കടന്നു പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഞങ്ങൾ എത്തിയപ്പോൾ അദ്ദേഹം ഈ ഷെല്ല് വീണ വീടുകൾ കയറിയിറങ്ങുകയായിരുന്നു. ഷെല്ല് വീണ റോഡുകളിലൂടെ അദ്ദേഹം സധൈര്യം സഞ്ചരിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് ചിലത് അങ്ങനെ ചെയ്തത് ശരിയാണോ, ഇങ്ങനെ ചെയ്ത് ശരിയാണോ എന്നുള്ള ചോദ്യം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു ദേശീയ മാധ്യമത്തിൻ്റെ പ്രമുഖ മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു അതല്ലാതെ പിന്നെ എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആ അജണ്ടയ്ക്ക് അദ്ദേഹം നിന്നില്ല എന്ന് മാത്രമല്ല, യെസ്, ഞാൻ യോജിക്കുന്നു പൂർണ്ണമായും ഒമർ അബ്ദുള്ളയുടെ നിലപാട്. ഞാൻ ഒരൊറ്റ സെന്റൻസ് കൂടി പറയാണ്. ഇവിടെ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ തുടക്കം മുതൽ പറഞ്ഞു കേട്ട ഒരു കാര്യം, അവരുടെ ഈ അക്രമം നടത്തിയ ആളുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം വൈര്യം ഉണ്ടാക്കുക എന്നതായിരുന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിൽ മതമില്ല എന്ന് പറഞ്ഞു വെച്ചു. തൽക്കാലം നമ്മൾ വാദത്തിന് അത് അംഗീകരിച്ചാൽ തന്നെ ഞാനിപ്പോൾ പറയുക, സംഗതി ഇവിടെ സംഭവിച്ചത് എന്താണ്, ഈ തീവ്രവാദികൾ എന്താണ് ഉദ്ദേശിച്ചത് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള സംഗതിയാണ് ഇവിടെ സംഭവിച്ചത്. ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യമാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ഹിന്ദു മുസ്ലിം ഒരു അഖണ്ഡതയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അവർ ഒന്നാണ്, ഇന്ത്യക്കാരാണ് എന്നുള്ള, അതിൽ ഹിന്ദു മുസ്ലിം മാത്രമല്ല ഓപ്പോസിഷൻ റൂളിംഗ് എന്നുള്ള വ്യത്യാസം പോലും ഇല്ലാതെ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് ഭാരതത്തിന് വേണ്ടി നിൽക്കാൻ കെൽപ്പുള്ള ആളുകളാണ് ഇന്ത്യക്കാർ. അതിൽ തന്നെ നോൺ വയലൻ്റ് ആയിട്ടുള്ള രീതികളാണ് നമ്മൾ ഒരു സിവിലിയൻ്റെ പോലും ചോര ചിന്താതെ ഇത്രയും വലിയ ഒരു വിജയം നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമ്മളുടെ മഹിമ. അതിന് നമ്മൾ പാടിപ്പുകെടുത്തലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വീരഗാഥകളുടെ ഒന്നും ആവശ്യമില്ല. അത് നമ്മൾ നെഞ്ചും വിരിച്ച് നാട് നീളം നടന്ന് ഇതുപോലെ പറയാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്തതിൽ സബ്സ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നമുക്കത് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് അതില്ലാത്തത് കൊണ്ടാണ് ഇതുപോലുള്ള വ്യാജ ഉദ്യോഗ കയറ്റങ്ങൾ കാണിച്ചുകൊണ്ട് അവർക്ക് അപ്രീസിയേഷൻ കൊടുത്തുകൊണ്ട് അവരെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുള്ളതിൻ്റെ ഇതല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല എന്നുള്ളതാണ് അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവിടെയാണ് ഇന്ത്യ മാതൃകയാകുന്നത്. ഈ നോൺ വയലൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടപ്പിലാക്കി കാണിക്കുക. അത് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ മാത്രമല്ല ഇന്നും അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന കാര്യമാണ് എന്ന് ലോകത്തിന് പഠിപ്പിക്കുന്ന ഒരു മാതൃക കൂടിയാണ്. ഒരു വലിയ മാതൃക, ഒരു ലോക മാതൃക തന്നെയാണ് ഇന്ത്യ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോസഫ് സാർ, US ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ സീസ് ഇന്ത്യ ആസ് എൻ എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ്. നിലനിൽപ്പ് തന്നെ ഭാരതം ഭീഷണിയാണ്. വൈറസ് ഇന്ത്യ റിഗാർഡ്സ് പാകിസ്ഥാൻ ആസ് വൺ ഓഫ് ആൻ ആൻസിലിയറി സെക്യൂരിറ്റി പ്രോബ്ലം. ഒരു സബ്സിഡിയറി ഒരു സുരക്ഷാ ഇഷ്യൂ ആയിട്ടാണ്, അതായത് ഒരു ഉപസംഘടനയെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു സുരക്ഷാ ശല്യമായിട്ടാണ് ഭാരതം കാണുന്നതെന്ന് US ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പറയുന്നു. മറ്റൊന്നും കൂടി പറയുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഡെയിലി ഓപ്പറേഷൻസിൻ്റെ വീരഗാഥയ്ക്കിടയിൽ 2024 മാത്രം 2500 പേരാണ് പാകിസ്ഥാനിൽ കൊല്ലപ്പെട്ടതെന്ന്. എന്തായാലും കൊല്ലപ്പെട്ടത് ഇതുപോലുള്ള താവളങ്ങൾ, വിവിധ ബ്രാഞ്ചുകൾ, വിവിധ ഗ്രൂപ്പുകൾക്ക് താവളങ്ങൾ ഒരുക്കിയതിൻ്റെ ഫലം, അതുപോലെ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഇവിടെയൊക്കെ പൊട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇത് തീർന്നിട്ടില്ല. സിന്ധിലും പഞ്ചാബിലും ഒക്കെ പൊട്ടും. കാര്യം റാവി നദിയിൽ നിന്ന് അങ്ങോട്ട് ഒഴുകുന്നില്ല. റാവി നദി ഒരു കാര്യം കൂടി ഓർക്കണം, സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചു, വാട്ടർ ബോംബാണ്. അതല്ല ഇത്, റാവിയുടെ ജലം. അതുകൂടി ഡോക്ടർ ആരിഫ് ഹുസൈനും കേണൽ ഡിന്നിയും റോണി സാറും ഒക്കെ കേൾക്കണം. റാവി നദിയുടെ ജലം ഇതിൽ ബന്ധിപ്പിക്കപ്പെട്ടിരുന്നില്ല.
അത് ഭാരതത്തിന് എക്സ്ക്ലൂസീവ് റൈറ്റ് ഉണ്ടായിരുന്ന ജലമായിരുന്നു. ഇത്രയും വർഷം എടുത്തു അത് ഉറപ്പിച്ചിട്ട് അവിടെ ഡാം കെട്ടി ആ വെള്ളം ഇവിടെ തടഞ്ഞു നിർത്താൻ. ഇത് അഡീഷണൽ ആണ് സർ. ഇത് അതിലെ കുറച്ചങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പഞ്ചാബിലെയും ജമ്മു കാശ്മീരിലെയും കർഷകർക്ക് ഉതകേണ്ട വെള്ളം അങ്ങോട്ട് കൊടുക്കുന്നില്ലായിരുന്നു, പകരം ഒഴുക്കുകയായിരുന്നു പാകിസ്ഥാനിലേക്ക്. അപ്പോൾ ആ പറഞ്ഞ ജലബോംബിൻ്റെ പിന്നാലെ ഇതും ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കണ്ടു, അവിടേക്ക് വെള്ളം ഒഴുകാത്തത്. പിന്നെ ഈ ജലബോംബിൻ്റെ പിന്നെ പ്രതിഫലനങ്ങൾ അല്ലെങ്കിൽ അനുരണനങ്ങൾ അവിടെ നിന്ന് വന്നു തുടങ്ങിയിട്ടുണ്ട്. പലയിടത്തായിട്ട് പൊട്ടുന്നുണ്ട്. അങ്ങ് പറഞ്ഞ പോലെ ബലൂചിസ്ഥാനിൽ പൊട്ടിയേക്കാം, അതല്ലെങ്കിൽ സിന്ധിൽ പൊട്ടിയേക്കാം, പഞ്ചാബിൽ പൊട്ടിയേക്കാം, പക്തൂൺ മേഖലയിലും പൊട്ടിയേക്കാം. എന്തായാലും ഈ ഒരു വിലയിരുത്തലിനെ കുറിച്ചുകൂടി പറഞ്ഞുകൊണ്ട് കാര്യം അവസാന ഏതാനും മിനിറ്റുകളിലേക്ക് കിടക്കുകയാണ് ജോസഫ് സാർ. പാകിസ്ഥാൻ്റെ ഒരു അവസ്ഥ അല്ല, അമേരിക്കൻ വിലയിരുത്തലിനകത്തൊരു ചെറിയ മാറ്റം വരുത്തുന്നത് നല്ലതായിരിക്കും. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം തന്നെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റിനെ നേരിടുകയാണ്. അവരുടെ നിലനിൽപ്പ് തന്നെ വളരെ വളരെ ഗുരുതരമായ അവസ്ഥയിലെത്തി നിൽക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ രാജ്യം ഇപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ആ രാജ്യം മുന്നോട്ട് പോകുന്നത് IMF-ൽ നിന്ന് കിട്ടുന്ന ലോൺ, ADB-യിൽ നിന്ന് കിട്ടുന്ന ലോൺ, പിന്നെ വേൾഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്ന ലോൺ, അതല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചെറിയ സഹായം, സാമ്പത്തിക സഹായം നൽകുന്ന രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ നിന്ന് കിട്ടുന്ന സമ്പത്തില്ലെങ്കിൽ ഈ രാജ്യത്തിന് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല? ആ രാജ്യം നയിക്കപ്പെടുന്നത് അവിടുത്തെ സിവിലിയൻ ഭരണകൂടത്താലല്ല. ഒരു സിവിലിയൻ ഭരണകൂടത്താൽ ഒരു രാജ്യം നയിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഈ രാജ്യത്തിന് അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്തെല്ലാം നേട്ടങ്ങൾ, ഏതെല്ലാം മേഖലകളിൽ പുരോഗതി ഉണ്ടാവണം, അടുത്ത 10 വർഷത്തിനുള്ളിൽ 25 വർഷത്തിനുള്ളിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടാവണം. നമുക്കുണ്ട്. നമ്മൾ വികസിത് ഭാരത് എന്ന് പറയുന്ന 2047 ആകുമ്പോൾ ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറണം എന്ന കാഴ്ചപ്പാടുണ്ട്. ചൈനയ്ക്കുണ്ട്, സൗദി അറേബ്യക്കുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും ആ തരത്തിൽ 2025 ആകുമ്പോൾ അല്ലെങ്കിൽ 2030 ആകുമ്പോൾ നമ്മൾ എവിടെ നിൽക്കണം വികസനത്തിന്റെ കാര്യത്തിൽ എന്നുള്ള കാഴ്ചപ്പാടുണ്ട് എങ്കിൽ ആ രാജ്യം ഭരിക്കുന്ന സിവിലിയൻ ഭരണകൂടത്തിന് ഇത്തരം കാര്യങ്ങൾ, അവിടുത്തെ ബജറ്റിന്റെ കാര്യത്തിൽ അവർക്ക് നിയന്ത്രണമില്ല, അവിടുത്തെ പ്രതിരോധ നയങ്ങളുടെ കാര്യത്തിൽ നിയന്ത്രണമില്ല, വിദേശ നയത്തിന്റെ കാര്യത്തിൽ നിയന്ത്രണമില്ല. ഒരു രാജ്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ആ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന 3 കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ രാജ്യത്തിന്റെ സാമ്പത്തിക നയം, ആ രാജ്യത്തിന്റെ പ്രതിരോധ നയം, ആ രാജ്യത്തിന്റെ വിദേശ നയമാണ്. ഈ 3 കാര്യങ്ങളിലും തീരുമാനമെടുക്കുന്ന ആളാണ് അവിടുത്തെ പട്ടാളമാണ്. അവിടുത്തെ പട്ടാളത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാത്രം, അതായത് ആ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ 50% ഇപ്പോൾ തന്നെ കൈവശം വെച്ചിരിക്കുന്ന അവിടുത്തെ പട്ടാളമാണ്. അതുകൊണ്ട് തന്നെയാണ്, അതായത് അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ കഷ്ടപ്പെടുമ്പോൾ അവിടുത്തെ സൈനിക വിഭാഗം, നമുക്കറിയാം, നമ്മുടെ സേനയുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുമ്പോൾ പാകിസ്ഥാനിലെ ഭൂരിപക്ഷം വരുന്ന ജനം അവിടുത്തെ സേനയുടെ കാര്യത്തിൽ അപമാനഭാരത്താൽ ശിരസ് കുനിക്കുകയാണ്. അതാണ് സ്ഥിതി. എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെല്ലാം കവർന്നെടുത്തുകൊണ്ട് തടിച്ചു കൊഴുക്കുന്ന ഒരു പാരസൈറ്റാണ് ഒരു എഴുത്തുകാരൻ, നമ്മുടെ മലയാളിയായിട്ടുള്ള കേശവമേനോൻ എന്ന് പറഞ്ഞ എഴുത്തുകാരൻ ആ പട്ടാളത്തെ വിശേഷിപ്പിച്ചത് യൂണിഫോംഡ് പാരസൈറ്റ്സ് എന്നാണ്. യൂണിഫോം ധരിച്ച ഇത്തിക്കണ്ണികൾ എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ അവന്റെ രക്തം ഊറ്റി കുടിക്കുന്ന ഇത്തിക്കണ്ണിയായ സേനയാണ് വാസ്തവത്തിൽ ഈ പാകിസ്ഥാനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് ആ രാഷ്ട്രം തന്നെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെറ്റ് നേരിടുകയാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ബലൂചിസ്ഥാൻ പൊട്ടിത്തെറിക്കുന്നു, ഖൈബർ പഖ്തൂൺഖ്വ പൊട്ടിത്തെറിക്കുന്നു, പഞ്ചാബിൽ പൊട്ടിത്തെറി ഉണ്ടാകാൻ പോകുന്നു. പാകിസ്ഥാൻ മൊത്തത്തിൽ ഇമ്രാൻഖാന്റെ അനുയായികളായിട്ടുള്ള ആളുകൾ, പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടിയുടെ ആളുകൾ സേനാ കേന്ദ്രത്തിൽ വരെ ആക്രമണം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്ന TTP, താലിബാന്റെ ഭീകര സംഘടനയുടെ അനുബന്ധ സംഘടന, പാകിസ്ഥാനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റണം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ തരത്തിൽ പാകിസ്ഥാൻ തന്നെ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാകുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ പാകിസ്ഥാൻ ഒരു ശല്യമാണ്, ഒരു ന്യൂയിസൻസ് ആണ്. നമുക്കറിയാം, ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ നമ്മൾ നിരന്തരം പറയുന്നൊരു കാര്യമുണ്ട്, ഒരു രാജ്യത്തിന് ഒരു അയൽ രാജ്യത്തെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. ഒരു അയൽ രാജ്യം എന്നുള്ളത് പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്, ചൈന എന്ന് പറയുന്ന ഒരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയെ നമ്മൾ നേരിടേണ്ട രീതികളെ കുറിച്ചുള്ള മാറ്റങ്ങളാണ് വാസ്തവത്തിൽ ഈ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ അവതരിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ നയത്തിൽ, നമ്മുടെ പ്രതിരോധ നയത്തിൽ, നമ്മുടെ വിദേശ നയത്തിൽ ഒരു മസ്കുലൈനിറ്റി, ഒരു ധീരത കൊണ്ടുവന്നിരിക്കുന്നു എന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്തത് നമ്മൾ പറഞ്ഞ വളരെ കൃത്യമായ കാര്യം, മാറ്റം വരുന്ന കാര്യം, ഇത് നടത്തുന്നവരെ മാത്രമല്ല നടത്താൻ സഹായിക്കുന്നവർ, അത് സേനയാവട്ടെ ഭീകര പ്രസ്ഥാനങ്ങളാവട്ടെ, ആരെയും ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. നമ്മൾ മെയ് മാസം 7 മുതൽ 10 വരെ നടത്തിയ ആക്രമണങ്ങളിലൂടെ അത് ലോകത്തിനും പാകിസ്ഥാനും നല്ല പാഠമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, സമയം അതിക്രമിച്ചു. 30 സെക്കൻഡ് വീതം എല്ലാ അതിഥികളിലേക്ക് പോകുന്ന. ആദ്യം പ്രൊഫസർ റോണി കെ ബേബിയിലേക്ക്. റോണി സർ,
പണ്ടൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു PV നരസിംഹറാവു, കോൺഗ്രസ് മറന്നുപോയി. പണ്ടൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി. അന്ന് അടൽ ബിഹാരി വാജ്പേയിയെ നിയോഗിച്ചപ്പോൾ ഒരു അപശബ്ദം ഉയർന്നില്ല സർ. അദ്ദേഹം പോയി ഗർജിച്ചു ഭാരതത്തിന് വേണ്ടിയിട്ട് 30 സെക്കൻഡ്. ആ മാതൃക പിന്തുടർന്നുകൂടെ? ഈ 2025 മുമ്പ് ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടത് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരണപക്ഷം പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. 2008 ബോംബെ തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് പ്രതിപക്ഷ നേതാവ് LK അദ്വാനിയോട് പറഞ്ഞു നമുക്ക് വിമാനത്തിൽ പോകാം. സമയം അതിക്രമിച്ചുകൊണ്ട് അതിലേക്ക് പോയി കഴിഞ്ഞാൽ മെഴുകുതിരിയുടെയും സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളുടെ കഥ പറയേണ്ടി വരും. രാജ്യം തലതാഴ്ത്തി കരഞ്ഞുകൊണ്ടിരുന്ന കഥയിലേക്ക് പോയിട്ട് വരും. നമുക്ക് അക്കാര്യം ചർച്ച ചെയ്യാം. എന്തായാലും അങ്ങയുടെ ഡോക്ടർ ആരിഫ് ഹുസൈൻ 30 സെക്കൻഡ്സ് പ്ലീസ്, ലാസ്റ്റ് വേർഡ്. നോൺ വയലൻസ് എന്ന് പറയുന്നത് പാസിഫിസം അല്ല, അത് ഡിറ്ററൻസ് തന്നെയാണ്. അത് കൊടുക്കേണ്ടത് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഇന്ത്യ വിജയിച്ചിരിക്കുന്നു, അത് ലോകത്തിന് മാതൃകയായിരിക്കുന്നു, അതിൽ ഏകോപനം പോലും സാധ്യമായിരിക്കുന്നു, അതിൽ മതഭേദമന്യേ ഒരുമിച്ച് നിൽക്കാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നത് ലോകത്തിന് ഒരു വലിയ മാതൃകയാണ്. അത് തുടരട്ടെ, അതിൽ അഭിമാനം കൊള്ളുന്നു. താങ്ക് യു. കേണൽ ഡിന്നി, ജോസഫ് സാർ പറഞ്ഞു വെച്ചത് വെടിനിർത്താൻ സർക്കാർ പറയുമ്പോൾ സർക്കാർ അറിയാതെ വെടിവെക്കുന്നു, വെടിനിർത്താൻ അവസാനം കരയുന്നു, വെടിനിർത്താൻ പറയുമ്പോഴത്തേക്ക് രാത്രി ഡ്രോണുമായിട്ട് കയറി വരുന്നു. നീ ആരാ വെടിനിർത്താൻ പറയാനെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരുന്നു. അത് സൈന്യമാണോ ISI ആണോ ഭീകരന്മാരാണോ എന്നറിയത്തില്ല. എന്തായാലും അതൊരു വിഷയമായിരുന്നില്ല. കാര്യം ഞങ്ങൾ നേരിട്ട് കണ്ടാണ്. കാക്കയൊക്കെ വെടിവെച്ചിടുന്ന പോലെ വെടിവെച്ചിടുന്നുണ്ടായിരുന്നു പട്ടാക്കോട്ടിലൊക്കെ. അതുപോലെ കേണൽ ഡിന്നി 30 സെക്കൻഡ്സ്, ലാസ്റ്റ് വേർഡ്. നോക്കൂ ശ്രീ പ്രദീപ്, അതിനകത്ത് യാതൊരു സംശയമില്ല. അവർ അങ്ങനെ അയച്ചോട്ടെ, തിരിച്ച് നമ്മളും അടിക്കുന്നുണ്ട്. അതിനകത്ത് യാതൊരു ശ്രീ പ്രദീപ് കണ്ടു കാണുമല്ലോ അവിടെ ഇന്നലത്തേക്ക് ആർമിയുടെ റിപ്പോർട്ട്സ് ഒക്കെ വരുന്നത് അവർ നമ്മുടെ ലൈൻ ഓഫ് കൺട്രോൾ എന്താണ് ചെയ്യുന്നുള്ളത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ അപ്പുറത്തെ സൈഡ് ചെയ്യുന്നതിന്റെ ഒരു റിപ്പോർട്ട് വരാറില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, അവർ ഒരെണ്ണം ഇങ്ങോട്ട് അടിക്കുകയാണെങ്കിൽ 10 എണ്ണം തിരിച്ചടിക്കുന്ന ഒരു ശൈലി തന്നെയാണ് പണ്ടും ഇന്നും എന്നും. അത് മാത്രമേ പാകിസ്ഥാൻ സൈന്യത്തിന് മനസ്സിലാവുന്ന ഭാഷ. അത് നമ്മൾ കൃത്യമായിട്ട് എന്നും കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കും. റൈറ്റ്, താങ്ക് യു ഓൾ. എഡിറ്റേഴ്സ് ചോയ്സ് ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ അതിഥികൾക്കും നന്ദി. നമസ്തേ, ജയ് ഹിന്ദ്. തൊട്ടു പിന്നാലെ ജനം ടുനൈറ്റുമായി അനുസൂര ചേരും. നമസ്തേ.